കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇങ്ങനെ ഈ സംവിധാനത്തിലൂടെ ഒത്തുകൂടുവാൻ കൃപാലുവായ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് എല്ലാ മഹത്വവും പുകഴ്ചയും അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ കർത്താവിൻ്റെ പ്രിയമക്കളായ നിങ്ങളെയെല്ലാം വിശേഷാൽ ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുകയാണ്. കഴിഞ്ഞ സന്ധിക്കും ദൈവവചനവുമായിട്ട് ഇങ്ങനെ ഈ സംവിധാനത്തിൽ ഒത്തുകൂടുവാൻ ദൈവം ഇടയാക്കിയിരുന്നു. അവിടെ വന്ന സഹോദരങ്ങൾ പലരും ഇപ്പോൾ ഇവിടെയും ഉണ്ട്. അങ്ങനെ ദൈവവചനം പല നിലകളിൽ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ട് കർത്താവ് സഹായിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു പോയ ആ കാര്യങ്ങളുടെ ഒരു തുടർച്ച എന്നോണമാണ് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് അല്പസമയം പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പൊതുവായ ചില കാര്യങ്ങളാണ് പറഞ്ഞു തുടങ്ങിയത്. അങ്ങനെ പൊതുവായ ചില കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. വിശ്വാസി സമൂഹം എന്ന് പറയുമ്പോൾ അവർ വേർപെട്ടവരാണ്, ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളോടുകൂടെ എണ്ണപ്പെടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ പല വേദഭാഗങ്ങളും നമ്മുടെ മുൻപിലുണ്ട്. ഇസ്രായേലുമൊക്കെയായി ബന്ധപ്പെട്ട് ഇസ്രായേലുമായൊക്കെ ബന്ധപ്പെട്ട് ദൈവം ഇത്ര കഠിനമായി പല നിലകളിൽ ഇടപെടുന്നുണ്ടെങ്കിൽ ദൈവസഭയോടുള്ള ബന്ധത്തിൽ എത്ര ഗൗരവമായിട്ടായിരിക്കും ഓരോ കാര്യങ്ങളെ ദൈവം പരിഗണിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റും. ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്രൈമിലെ ചന്തയിൽ നിന്ന് വാങ്ങിയ ഒരു ആടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യരാണ്. അവരോട് ഇത്ര ഗൗരവമായിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുന്നതെങ്കിൽ കുഞ്ഞാടിൻ്റെ തങ്കച്ചോരയാൽ വിടുതൽ പ്രാപിച്ച് അല്ലെങ്കിൽ വീണ്ടെടുപ്പ് പ്രാപിച്ച വരാൻ പോകുന്ന നിത്യതയെ അടക്കി ഭരിക്കേണ്ട പുതിയ ഭൂമിയുടെ രാജാക്കന്മാരായ അല്ലെങ്കിൽ കുഞ്ഞാടിൻ്റെ കാന്തയായ തൻ്റെ സഭയോട് സംസാരിക്കുമ്പോൾ വളരെ ഗൗരവത്തിലായിരിക്കുമല്ലോ. അത് ഇണയല്ല പിണകളിലേക്കൊന്നും പോകാൻ പാടില്ല. വളരെ കൃത്യമായി സിസ്റ്റമാറ്റിക്കായിട്ട് അതിൻ്റെ കാര്യങ്ങൾ മുൻപോട്ട് പോകേണ്ടതുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ ഇഹലോക വാസത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ആ തിരുപ്പിറവിയോടുള്ള ബന്ധത്തിൽ, ആ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, ആ മരണ അടക്ക പുനരുദ്ധാനങ്ങളോടൊക്കെയുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? തിരുവെഴുത്തുകളിൻ പ്രകാരം ഒരു ജനനം, തിരുവെഴുത്തുകളിൻ പ്രകാരം ഒരു ജീവിതം, തിരുവെഴുത്തുകളിൻ പ്രകാരം ഒരു മരണം, അതുപോലൊരു അടക്കം, പിന്നത്തേതിൽ അങ്ങനെ ഒരു പുനരുദ്ധാനം അല്ലെങ്കിൽ ഒരു ഉയർപ്പ്, എല്ലാം തിരുവെഴുത്തുകളിൻ പ്രകാരമാണ്. എന്ന് വെച്ചാൽ കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ടാണ് സംഭവിക്കുന്നത്, അടുക്കടുക്കായിട്ടാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ പുറത്തിറക്കുമ്പോൾ പറഞ്ഞിരുന്നു സ്ത്രീയുടെ സന്തതി വരുമെന്ന്. അതുപോലെ കാലങ്ങൾ മുൻപോട്ട് പോയപ്പോൾ ഇസ്രായേലിൻ്റെ നടുവിൽ ദൈവം തൻ്റെ പ്രവാചകനായ യെശയ്യാവിലൂടെ പറഞ്ഞു കന്യക ഗർഭിണിയായൊരു മകനെ പ്രസവിക്കുമെന്ന്. അങ്ങനെ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം നിവൃത്തി എന്നോണം മനുഷ്യപുത്രൻ ബത്ലഹേമിൽ ഭൂജാതനായി. പിന്നീടുള്ള ആ ജീവിതമൊക്കെ നമുക്കറിയാം, ആ ജീവിതവും മുൻപോട്ടുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെയാണ് ദൈവസഭയുടെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടിയാണ്, അടുക്കും ചിട്ടയോടും കൂടിയാണ് മുൻപോട്ട് കൊണ്ടുപോകേണ്ടത്. കഴിഞ്ഞ നാളുകളിലൊക്കെ ഒരളവിൽ അങ്ങനെ തന്നെയാണ് മുൻപോട്ട് പോയത്. പാളിച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല. എന്നിരുന്നാൽ തന്നെയും ഈ കാലഘട്ടത്തിൽ വചനത്തിൽ നിന്ന് ഒത്തിരി വ്യതിചലിക്കുന്നതായ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. വചനത്തിൽ നിന്ന് ഒത്തിരി അകന്നു മാറിപ്പോകുന്ന കാഴ്ചകൾ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു വന്നത് പെന്തക്കോസ്ത് സമൂഹത്തിലെ ഒരു പ്രബല ഗ്രൂപ്പ് അവരുടെ റാന്നിയിലുള്ള ഒരു മെയിൻ ചർച്ചിൽ നടന്ന ഒരു പ്രോഗ്രാം, അതായത് ഒരു വാർഷിക സമ്മേളനത്തോടുള്ള ബന്ധത്തിൽ മറ്റൊരു സമൂഹത്തിലെ ഒരു ബിഷപ്പ് കടന്നു വന്ന് അദ്ദേഹം സംസാരിച്ച കാര്യങ്ങൾ, അദ്ദേഹം ബൈബിളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഗൗരവമായി പറയുകയൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ഒരു വല്ലായ്മ തോന്നില്ലായിരുന്നു. എന്നുവെച്ചാൽ പറഞ്ഞ രീതിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിലും അദ്ദേഹം ഒത്തിരി ട്രാക്ക് വിട്ട് തികച്ചും നമ്മൾ പറയുമല്ലോ ജഡത്തിൽ സംസാരിക്കുക എന്ന്, അങ്ങനത്തെ രീതിയിലൊക്കെ സംസാരിച്ചു പോയപ്പോൾ നമ്മളതിനെക്കുറിച്ചൊക്കെ ചെറിയ ചെറിയ വാക്കുകളിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരുമിച്ച് കൂടിയപ്പോൾ നമ്മുടെ സഹോദരങ്ങളുടെ വിശ്വാസവർദ്ധനവിനും സ്ഥിരതയ്ക്കും പിന്നത്തതിൽ നമ്മുടെ യൗവനക്കാർ വളർന്നു വരികയല്ലേ, ആ തലമുറ വളർന്നു വരുമ്പോൾ ഇങ്ങനെയുള്ള സംവിധാനത്തിലൂടെ ഈ മെസ്സേജുകൾ കേൾക്കുമ്പോൾ അവർക്ക് ധൈര്യം ഉറപ്പും ഒക്കെ ലഭിക്കുവാൻ പാകത്തിന് അവർക്ക് കാര്യങ്ങളെ ബോധ്യപ്പെടണമല്ലോ, എന്താണ് ഏതാണെന്നൊക്കെയുള്ളത്. അപ്പം അതിനുവേണ്ടി നമ്മൾ മെസ്സേജിൽ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി നമ്മളെ സംബന്ധിച്ച് വേർപെട്ട ദൈവജനം ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ കേൾവിക്കാരായവർ ഓർക്കുക, ആ പ്രിയപ്പെട്ട ബഹുമാന്യനായ ബിഷപ്പിനോട് വ്യക്തിപരമായി നമുക്ക് ആർക്കും ഒരു വിയോജിപ്പില്ല.
അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും ആദരവോടുമാണ് നമ്മൾ കാണുന്നത്. ഒരു സീനിയറായിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ഒരു സീനിയറായ വ്യക്തിയാണല്ലോ. താടി മുടിയൊക്കെ നരച്ച നിലയിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നിശ്ചയമായും ഒരു മുതിർന്ന പൗരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തോട് നമുക്ക് ആദരവുണ്ട്. അതൊക്കെ വേറെ കാര്യം. പക്ഷേ നമ്മൾ സംസാരിച്ച് വരുമ്പോൾ അദ്ദേഹത്തോടല്ല നമ്മൾ പറയുന്നത്. നമ്മുടെ ഇടയിലുള്ള ശുശ്രൂഷകന് തിരിച്ചറിയേണ്ട കാര്യങ്ങളുണ്ട്. ഈ പറയപ്പെട്ട നിലയിൽ വിശുദ്ധ സത്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച ദൈവജനം അവരുടെ ഇടയിൽ ശുശ്രൂഷിക്കേണ്ട രീതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. സ്വർഗത്തിലെ ദൈവം തിരഞ്ഞെടുത്തിട്ടുള്ള ആ തിരഞ്ഞെടുത്ത വ്യക്തികളാണ് അവരുടെ നടുവിൽ സംസാരിക്കുകയും ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യേണ്ടത്. അതല്ലാത്ത മറ്റെന്തെങ്കിലും കാര്യമൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു വിശ്വാസി ഒരു സ്ഥാപനം തുടങ്ങുന്നു, അപ്പോൾ അവിടെ ഒരു ആശംസ പറയാനായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെന്തക്കോസ്ത് സമൂഹം ഒരു സ്കൂൾ ആരംഭിക്കുന്നു, ഒരു കോളേജ് ആരംഭിക്കുന്നു, ഒരു ഓർഫനേജ് ആരംഭിക്കുന്നു, അവിടെ അയൽവാസികളായ ആളുകൾ അല്ലെങ്കിൽ ഇങ്ങനെ ചുറ്റുപാടുമുള്ള ഇത്തരത്തിലുള്ള സീനിയറായിട്ടുള്ള ആളുകളൊക്കെ കടന്നു വന്നിട്ട് ചിലപ്പോൾ ഒരു വാക്കോ രണ്ട് വാക്കോ ഒക്കെ ആശംസയൊക്കെ പറഞ്ഞെന്നിരിക്കും. അത് വേറെ സംവിധാനങ്ങളാണ്. അതേസമയം ആത്മീയ ശുശ്രൂഷകൾ നടക്കുമ്പോൾ ഇപ്പോൾ ആ പറയപ്പെട്ട ആ ചർച്ച്, ആ സംവിധാനത്തിൻ്റെ 50ാമത്തെയോ, അതെനിക്ക് ഇപ്പോഴും ഓർമ്മയിൽ വരുന്നില്ല, പറയുമ്പോൾ തെറ്റിപ്പോവും, 50ആണോ 25ആണോ 100ആണോ എത്രയോ ഏതിൻ്റെയോ ഒരു ജൂബിലിയാണ്. അപ്പോൾ ആ ജൂബിലിയോടുള്ള ബന്ധത്തിൽ അവർ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്തിനാ? അത്രയും ദൈവദാസന്മാരും ദൈവജനോട് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഒരു താങ്ക്സ് ഗീവിങ്ങിനോടുള്ള ബന്ധത്തിലാണ്, നന്ദി സൂചകമായിട്ടാണ്. ഇത്രയും വർഷങ്ങൾ ഞങ്ങളെ നടത്തിയ ദൈവം, ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തുതിസ്തോത്ര യാഗങ്ങൾ അർപ്പിക്കുവാൻ, ആത്മാവിൽ ആരാധിക്കുവാൻ, വിശുദ്ധ തിരുവെഴുത്തുകളെ തുറന്ന് ദൈവം അവരോട് അതിലൂടെ സംസാരിക്കുന്ന കേൾക്കുവാൻ, ഇങ്ങനെ അനവധി കാര്യങ്ങൾക്കാണ് അവർ ഒത്തുകൂടിയിരിക്കുന്നത്. ഇങ്ങനെ അനവധി കാര്യങ്ങൾക്കാണ്. അപ്പോൾ ആ ശുശ്രൂഷകളെയൊക്കെ നയിക്കേണ്ട ശുശ്രൂഷകരായവർ നമ്മുടെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ അവർ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, അഭിഷേകം പ്രാപിക്കണം. അങ്ങനെ കൃപയിൽ സാക്ഷ്യമുള്ളവരായി നിലകൊള്ളുന്നവരാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഇപ്പോൾ പറയുമ്പോൾ പിന്നത്തേതിൽ അത് കേൾക്കുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിൽ നമ്മളെ കൊല വിളിക്കാനിട വരും. എന്തൊക്കെയാ പാസ്റ്ററെ നിങ്ങൾ പറഞ്ഞെന്ന് ചോദിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരെ എത്രത്തോളം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ചോദിക്കും. എത്രത്തോളം ഉണ്ടെന്നുള്ളതല്ല വിഷയം. ഞാൻ അതിൻ്റെ തത്വമാണ് പറഞ്ഞത്, അതിൻ്റെ പ്രമാണമാണ് പറഞ്ഞത്. ഇതാണ് ആ ശുശ്രൂഷയ്ക്ക് വേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ആ വ്യക്തി രക്ഷിക്കപ്പെട്ടതായിരിക്കണം, സ്നാനപ്പെട്ടതായിരിക്കണം. സ്നാനപ്പെടുക എന്ന് പറയുമ്പോൾ അതിന് ഗൗരവമുണ്ടല്ലോ. നമ്മളതൊക്കെ എത്രയോ വിശദീകരിച്ചിട്ടുള്ളവരാ. അതായത് ഒരു വ്യക്തി യേശുക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നത്തെ അടുത്ത പടിയെന്ന് പറയുന്ന രക്ഷകനോട് ചേരുക എന്നുള്ളതല്ലേ. അല്ലാതെ ഞാൻ സ്നാനപ്പെടില്ല, ഞാൻ രക്ഷിക്കപ്പെട്ടു, അത് മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അതൊരു ദുശാഠ്യമാണ്. അത് രക്ഷിക്കപ്പെട്ടിട്ടില്ലെന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. രക്ഷിക്കപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ച് അവനൊരു പുതിയ സൃഷ്ടി എന്ന നിലയിലേക്ക് വരുമ്പോൾ അവനിൽ ആ താഴ്മയും വിനയും ആത്മാവിൻ്റെ ഒരു പരിവർത്തനമല്ലേ സംഭവിച്ചത്. രക്ഷയിൽ എന്താ സംഭവിക്കുന്നത്? ആത്മാവ് പരിവർത്തിക്കുകയാണ്. പാഴും ശൂന്യവുമായൊരു ജീവിതത്തിൻ്റെ മേൽ ആത്മാവ് പരിവർത്തിക്കുകയായിരുന്നു. അങ്ങനെയാണ് പുതുക്കം പ്രാപിച്ച ഒരു അനുഭവത്തിലേക്ക് വന്നത്. രക്ഷാനിർണയം പ്രാപിച്ച് പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് ഇങ്ങനെ ചുവടുവെക്കുകയാണ്. അങ്ങനെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ ഇങ്ങനത്തെ ദുശാഠ്യമൊക്കെ കാണിക്കുമോ? അങ്ങനത്തെ ദുശാഠ്യം കാണിക്കേണ്ട കാര്യമില്ല. സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് പറയുന്ന കേൾക്കുന്ന വ്യക്തിയായിരിക്കും ആ കാര്യങ്ങളൊക്കെ, അല്ലേ? ആ രക്ഷ ആസ്വദിച്ച വ്യക്തിയാണെങ്കിൽ രക്ഷയുടെ ഭാഗമല്ലേ ഇത്? അതെത്ര മനോഹരമായിട്ടാണ് നമ്മുടെ ദൈവദാസന്മാരെല്ലാം നമ്മുടെ ഇടയിൽ പ്രസംഗിക്കുകയും പറയുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പേ സാധിപ്പിച്ചിട്ടുള്ളൂ. അതേസമയം നമ്മുടെ ദേഹവും ദേഹിയും അതിനുമേൽ സീറ്റാൻ ക്ലെയിം ചെയ്യുമെന്നുള്ളത് നമുക്ക് വചനത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു അക്കൗണ്ട് തീർക്കുന്ന, ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന ഒരു ശുശ്രൂഷയും എന്ന് വേണമെങ്കിൽ നമുക്ക് സ്നാനത്തോടുള്ള ബന്ധത്തിൽ പറയാം. സീറ്റാനുമായിട്ടുള്ള എല്ലാ അക്കൗണ്ടും അവിടെ ക്ലോസ് ചെയ്യുകയാണ്. പുതിയ അക്കൗണ്ട് ആരംഭിക്കുക. കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ഈ ശരീരവും എൻ്റെ പ്രാണനിലും ഒക്കെ സാത്താൻ്റെ നിയന്ത്രണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടൊരു ദൈവവൈതലാണെങ്കിലും ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് ഞാൻ വരികയാണ്. എൻ്റെ ദേഹം ദേഹി ആത്മാവിനെ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട്, റോമാലേഖനം 12:1-2 വാക്യത്തിലൊക്കെ പറയുന്ന പോലെ ഈ ശരീരത്തെ ഒരു യാഗമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അത്യുന്നതൻ്റെ നിവാസം എന്ന നിലയിൽ. മറ്റൊരു ഭാഷയിൽ ഞാൻ പറഞ്ഞല്ലോ, അതായത് രക്ഷിച്ചവനോട് ചേരുകയാണ് സ്നാനത്തിൽ, ക്രിസ്തുവിനെ ധരിക്കുകയാണ്.
രക്ഷിച്ചവനോട് ചേരുകയാണ്. അതൊരു ദൈവസ്നേഹത്തിലാണ് ചേരുന്നത്. അടുത്ത് ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മറ്റാളുകൾ നോക്കുമ്പോൾ എന്നെ കാണുന്നത് ഒരു പ്രമാണമുള്ള വ്യക്തിയായിട്ടാണ്. ക്രിസ്തുവിൻ്റെ പ്രമാണങ്ങൾ, കല്ലിൽ എഴുതിയ പ്രമാണം എന്നൊക്കെ പറയില്ലേ, അത് മായ്ക്കാൻ പറ്റുമോ? അത് മായ്ക്കാൻ പറ്റത്തില്ല. അതുപോലെ ഒരു പ്രമാണമുള്ള വ്യക്തി എന്ന നിലയിൽ, ആ അഗ്നിമയമായ പ്രമാണത്തെ ചുമക്കുന്ന, വഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലേക്ക് മാറ്റപ്പെടുകയാണ്. അപ്പോൾ ഇതിനകത്ത് വലിയ മഹിമകളുണ്ട്, ആത്മീയമായ മേന്മകളുണ്ട്. സ്നാനം എന്നൊക്കെ പറയുമ്പോൾ വളരെ വിശദമായി നമ്മൾ പറഞ്ഞിട്ടുള്ളവരാണ്. അപ്പോൾ അടുത്തൊരു പടിയാണ് ഞാൻ പറഞ്ഞത്. പിന്നത്തേതിൽ ആ വ്യക്തി ആത്മാവിൽ നിറയപ്പെടേണ്ടതുണ്ട്. ശുശ്രൂഷയ്ക്ക് വേണ്ടുന്ന അഭിഷേകതയിലും അദ്ദേഹത്തിൻ്റെ തലയിൽ വന്നു എന്നുള്ളത് സഭ തിരിച്ചറിയുന്നത് അദ്ദേഹം ആത്മാവിൽ നിറഞ്ഞു എന്ന് കാണുമ്പോഴാണ്. നമ്മുടെ കയ്യിൽ വേറെ സംവിധാനങ്ങളൊന്നുമില്ല തുറന്നു നോക്കാനായിട്ട്. അപ്പം അദ്ദേഹം ആത്മാവിൽ നിറഞ്ഞു. അടുത്തപടി അദ്ദേഹത്തിൻ്റെ ചുവടുവെപ്പുകൾ, ശുശ്രൂഷകൾ, സംസാരങ്ങൾ, എല്ലാ കാര്യങ്ങളും ദൈവസഭ ഉറ്റുനോക്കും. സമയമാകുമ്പോൾ പരിശുദ്ധാത്മാവ് പൗലോസിനെയും ബർണബാസിനെയും വേർതിരിച്ചതുപോലെ ഇങ്ങനെ പ്രിയപ്പെട്ടവരെ സഭ വേർതിരിക്കും. വേലയ്ക്ക് വിളിക്കുന്ന ദൈവമാണ്. സഭ അവരെ കൈവച്ച് ബ്ലസ് ചെയ്ത്, കൈവെപ്പല്ല ഞാൻ പറഞ്ഞത്, ഇവിടെ പറയുന്നത് അവരെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കുകയാണ്. അവരെ ശുശ്രൂഷയ്ക്ക് വിളിക്കുന്നതും കൈവയ്ക്കുന്നതൊക്കെ വലിയവനായ ദൈവം തന്നെയാണ്. പൗലോസിൻ്റെ കാര്യത്തിൽ നോക്കുക, എപ്പിസ്കോപ്പൽ സഭകളിലുള്ള ആളുകളൊക്കെ മുട്ടാക്തി പറഞ്ഞുകൊണ്ട് വരും. പൗലോസിൻ്റെ കാര്യം പറയുമ്പോൾ കൈവെപ്പെന്ന് പറയുന്ന വിഷയം എമ്പാടും തകർന്നു പോകും. അതായത് പിന്തുടർച്ചയുള്ള കൈവെപ്പെന്ന് പറയുന്ന ആ വിഷയം തകർന്ന് തരിപ്പണമായി പോകും. പൗലോസ് അപ്പോസ്തല പ്രവൃത്തിയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ ഒടുവിലേക്ക് വരുന്ന ഒരു ഭാഗത്ത് ഫെസ്തോസിൻ്റെയോ അഗ്രിപ്പാവിൻ്റെയോ മുമ്പിൽ നിന്നുകൊണ്ട് പൗലോസ് പറയുന്നുണ്ട്, താൻ യേശുക്രിസ്തുവിനെ കണ്ടതും യേശുക്രിസ്തു തന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചതും തൻ്റെ മേൽ ആ അഭിഷേകം പകർന്ന കാര്യമൊക്കെ, തന്നെ ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുത്തെന്നുള്ള കാര്യമൊക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും പത്രോസിന് യാതൊരു റോളുമില്ല. പത്രോസിനുമില്ല, യാക്കോബിനുമില്ല, യോഹന്നാനുമില്ല. ഇവരാരും പൗലോസിൻ്റെ മേൽ കൈവച്ചെന്ന് നമുക്ക് വചനത്തിൽ നിന്ന് തെളിയിക്കാൻ കഴിയില്ല. അപ്പോൾ പ്രിയപ്പെട്ടവർ അതിനുവേണ്ടി പറഞ്ഞുകൊണ്ടുവന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്. അനന്യാസ് ദമസ്കോസിൽ വെച്ച് കൈവച്ചല്ലോ എന്ന്. ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും കൈവച്ചാൽ ഉടനെ അത് ലിങ്ക് അങ്ങോട്ട് കൂട്ടിമുട്ടിക്കുകയാണ്. അനന്യാസ് കൈവച്ചെന്ന്. അതെങ്ങനെ ശരിയാകും? വേദപുസ്തകത്തിൻ്റെ തത്വം അനുസരിച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി അനന്യാസ് പൗലോസിൻ്റെ മേൽ കൈവെപ്പ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റൊരു ഭാഗത്ത് എഴുതി വെച്ചിരിക്കുക പുതിയ ശിഷ്യൻ അരുത് എന്ന്. പൗലോസ് 3 ദിവസം പോലും ആയിട്ടില്ല, കണ്ണും കാണാൻ മേലാതിരിക്കുക. 3 ദിവസം മുമ്പ് ദമസ്കോസിൻ്റെ പടിവാതുക്കെ വെച്ച് ആ മഹത്വ ദർശനത്തിലേക്ക് വന്ന് അവിടെ ഒരു എൻകൗണ്ടർ നടന്നല്ലോ, നമുക്കറിയാം. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദത്തിനനുസരിച്ചാണ് യൂദായുടെ വീട്ടിലേക്ക് ഈ നേർവീഥി എന്ന തെരുവിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ അവിടെ എത്തിച്ചു. അങ്ങനെ പൗലോസ് അവിടെ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നത്, അനന്യാസ്. അദ്ദേഹം വന്നത് എന്തിനാ? അദ്ദേഹം കർത്താവിനോട് തന്നെ സംസാരിക്കുകയാണ്, എൻ്റെ കർത്താവേ, ഈ മനുഷ്യനോ, ഇവൻ ഭയങ്കര ഭീകരനാണ്, ദൈവസഭയെ മുച്ചൂടും മുടിച്ചവനാണ്, അവന് വേണ്ടി പ്രാർത്ഥിക്കാനാണോ ഞാൻ പോകേണ്ടതെന്ന്. അതൊരു സ്വാഭാവിക മനുഷ്യൻ്റെ പ്രതികരണം എന്ന് കണ്ടാൽ മതി. കർത്താവ് തിരുത്തുന്നുണ്ട്, അങ്ങനെയല്ല, അവൻ എനിക്ക് വേണ്ടി സഹിക്കാൻ പോകുന്ന കഷ്ടങ്ങളും എൻ്റെ നാമനിമിത്തം അവൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തികളും എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങൾ അനന്യാസിനോട് പറഞ്ഞു കേൾപ്പിച്ചു, മുഴുവനല്ലെങ്കിലും. പിന്നത്തേത് ചരിത്രമാണല്ലോ. അങ്ങനെ അനന്യാസ് ആ വീട്ടിലേക്ക് വന്ന് പൗലോസിൻ്റെ മേൽ കൈവയ്ക്കുന്നു. എന്തിനാണെന്നറിയാവോ? അദ്ദേഹം രോഗസൗഖ്യം പ്രാപിക്കേണ്ടതിനാണ്. നന്നായിട്ട് മനസ്സിലാക്കണം. അദ്ദേഹം ഇപ്പോൾ അന്ധനായിട്ടിരിക്കുകയാണ്, കണ്ണ് കാണാൻ മേലാതിരിക്കുകയാണ്. അവിടെ ഒരു ദൈവിക പ്രവൃത്തിക്ക് വേണ്ടി ദൈവം തൻ്റെ ദാസൻ അനന്യാസ് തിരഞ്ഞെടുക്കപ്പെട്ടൊരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിലുള്ള വാക്യങ്ങളൊന്നും നമ്മുടെ മുമ്പിലില്ല. അദ്ദേഹം ദമസ്കോസിലുള്ള ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. അതിനുള്ള തെളിവുകളേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ അദ്ദേഹത്തെ പറഞ്ഞയച്ച് ഈ പ്രിയപ്പെട്ടവൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലൊരു കാര്യം താഴേക്ക് വീഴുന്നു. ശൗൽ കാഴ്ച പ്രാപിക്കുന്നു. അതാണ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ശൗൽ കാഴ്ച പ്രാപിച്ച് ആത്മപൂർണനായി മുൻപോട്ട് വരികയാണ്. പിന്നത്തേതിൽ സഞ്ചാരങ്ങൾ ആരംഭിക്കുന്നു. ചില സ്ഥലങ്ങളിൽ കാത്തിരിപ്പിൻ്റെ മേഖലകളുണ്ട്,
നമ്മൾ കാണുന്നുണ്ട്. ദീർഘമായൊരു കാത്തിരിപ്പാണ് പൗലോസിൻ്റെ നമ്മൾ കാണുന്നത്. ഏതാണ്ട് ഒരു 13-ലധികം വർഷം പൗലോസ് കാത്തിരിക്കുന്നുണ്ട്. അതായത് ഈ പറയപ്പെട്ട സ്ഥലങ്ങളിലും തർസോസിലും പിന്നെ അറബിയിലൊരു 3 വർഷക്കാലെന്ന് സ്പഷ്ടമായിട്ട് എഴുതിയിരിക്കുകയാണ്. അതായത് അറേബ്യൻ ദേശത്ത് എവിടെയോ ഒരു 3 വർഷക്കാലം. അങ്ങനെ ഈ തർസോസിലും അന്ത്യോക്യയിലും ഒക്കെ ആയിട്ട്, ഈ പറയപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഒരു കാത്തിരിപ്പിൻ്റെ കാലം, അല്ലെങ്കിൽ ഒരു ഒരുക്കത്തിൻ്റെ കാലം. അല്ലാതെ പൗലോസ് ഇറങ്ങി വന്ന വഴിക്ക് മിഷൻ യാത്രയ്ക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു വിടുകയല്ല. അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റുമോ? കാരണം ഈ പുസ്തകത്തിൻ്റെ തത്വങ്ങൾക്ക് വിരുദ്ധമായി പോകും അങ്ങനെ വരുമ്പോൾ. അങ്ങനെയല്ല ചെയ്യുന്നത്. പൗലോസ് കാത്തിരുന്ന് ആ ഒരുക്കം പ്രാപിച്ച് സമയമായപ്പോൾ അന്ത്യോക്യയിലെ സഭയിൽ അവിടെ ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. ഞാൻ എൻ്റെ വേലയ്ക്കായി കണ്ടിരിക്കുന്ന പൗലോസിനെയും ബർന്നബാസിനെയും വേർതിരിക്കുക എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരെയും വേർതിരിച്ച് അവരുടെ മേൽ സഭ കൈവച്ച് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുക, അതായത് അനുഗ്രഹിച്ചു പറഞ്ഞയക്കുക. അങ്ങനെ ഒരു കാര്യമാണ് അവർ ചെയ്തത്. അതല്ലാതെ വേറെ കാര്യമൊന്നും ചെയ്തില്ല. പൗലോസിൻ്റെ വിളിയിൽ തന്നെ ആ കൈവെപ്പുണ്ടെന്നേ, വിളിയിൽ തന്നെ എല്ലാം ഉണ്ട്. ഇവിടെ സമയമാകണം അതിന്. ആ സമയമായപ്പോൾ സഭ കൈവച്ച് പ്രാർത്ഥിച്ചു പറഞ്ഞയച്ചു. അല്ലാതെ അവിടെ അന്ന് പത്രോസും സന്നിഹിതനല്ല, യാക്കോബും യോഹന്നാൻ ആരും സന്നിഹിതരല്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രിയപ്പെട്ടവർ പറഞ്ഞു കൊണ്ടുവരുന്നത് അനന്യാസിൻ്റെ കാര്യമാണ്. അനന്യാസിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ആൻസറാണ് പറഞ്ഞത്. ഇദ്ദേഹത്തിന് കണ്ണ് കാണാൻ മേലാതെ ഇരുന്നത് കൊണ്ട് അതിനുവേണ്ടി വന്ന് പ്രാർത്ഥിച്ചു, കാഴ്ച പ്രാപിച്ചു. അത്രമാത്രം കാഴ്ച പ്രാപിച്ചു. അനന്യാസ് അവിടെ വേറെ റോളുകളൊന്നും ചെയ്തിട്ടില്ല, പ്രത്യേകിച്ച് റോളുകളൊന്നും ചെയ്തിട്ടില്ല. അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ആ വാക്യം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് മുന്നോട്ട് പോകാം. അപ്പോസ്തലപ്രവൃത്തി 26-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ. നീ ആരാകുന്ന കർത്താവേ എന്ന് ഞാൻ ചോദിച്ചതിന് കർത്താവ്, നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ ഞാൻ, എങ്കിലും എഴുന്നേറ്റ് നിവർന്നു നിൽക്ക, നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷൻ ആവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. 16-ാം വാക്യത്തിൽ വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. എന്താ വായിക്കുന്നത്? നീ ആരാകുന്നു കർത്താവ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ മറുപടിയൊക്കെ പറഞ്ഞു വരുമ്പോൾ കർത്താവ് പറയുകയാണ്, എങ്കിലും എഴുന്നേറ്റ് നിവർന്നു നിൽക്കുക, നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. കൈവെപ്പൊക്കെ നടന്നു കഴിഞ്ഞെന്നേ. നിങ്ങളീ പറയുന്ന ഇടമുറിയാത്ത കൈവെപ്പൊന്നുമില്ല. ഇടമുറിയാത്ത കൈവെപ്പ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സമൂഹമാണ് കാത്തലിക് സമൂഹം. നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോൾ ആരോടുമുള്ള ഒരു വൈരാഗ്യത്തിലോ അങ്ങനെയൊന്നും അല്ല കേട്ടോ സഹോദരങ്ങളെ പറയുന്നത്. വസ്തുതകളെ നമ്മൾ വിലയിരുത്തുകയാണ്. വസ്തുതകളെയും ചരിത്രങ്ങളെയും വിശുദ്ധ തിരുവെഴുത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പരിശോധിക്കുകയാണ്, സത്യങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കാൻ പാകത്തിന്. ആ സഹോദരങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഈ ഇണമുറിയാത്ത കൈവെപ്പെന്ന് പറയും. ഇണമുറിയാത്ത കൈവെപ്പ് എവിടെയിട്ട് തെളിയിക്കും? അവരുടെ സെമിനാരികളിലൊക്കെ പഠിപ്പിക്കുന്ന വളരെ സീനിയർ ആയിട്ടുള്ള റെക്ടർ അച്ഛന്മാരൊക്കെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ, അവരൊക്കെ ഇപ്പം മൺമറഞ്ഞു പോയിന്ന് എനിക്ക് തോന്നുന്നത്, വളരെ പ്രായമുള്ള ആളുകൾ അവരെഴുതിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. അതായത് ഒന്ന് തിരുസഭാചരിത്രം എന്ന് പറയുന്നത് CVR കൂടപ്പുഴയുടേതാണ്. അടുത്തൊരു പുസ്തകം എന്ന് പറയുന്നത് JP തോട്ടിൽ എഴുതിയ 264 മാർപ്പാപ്പന്മാരെന്ന് പറയുന്ന പുസ്തകമുണ്ട്. ആ പുസ്തകമൊക്കെ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒന്നാമത്തെ മാർപ്പാപ്പ പത്രോസ് എന്നുള്ളതാണ് ക്ലെയിം ചെയ്യുന്നത്. ഓക്കെ, സമ്മതിച്ചേക്കാം. അങ്ങനെ അവിടെ മുതൽ ഈ 264-ാമത്തെ മാർപ്പാപ്പയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ ആ ജീവകാലത്താണ് ഇത് എഴുതിയത്. അത് കഴിഞ്ഞ് അദ്ദേഹം മരിച്ചു, പിന്നെ 2 പേരിപ്പോൾ പിന്നീട് വന്നല്ലോ. അത് കൂട്ടാതെ 264 മാർപ്പാപ്പന്മാരുടെ ചരിത്രം പറഞ്ഞു വരുമ്പോൾ, ചരിത്രം നമുക്കങ്ങനെ പബ്ലിക്കിൽ അങ്ങനെ കുഞ്ഞുകുട്ടി പരാധീനതകളൊക്കെയുള്ള സ്ഥലത്തിരുന്ന് എല്ലാം പറയാനായിട്ട് പറ്റത്തില്ല, ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിനകത്ത് കൈവെപ്പുകളൊക്കെ എത്രയോ തവണ മുറിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ എവിടെ ഇട്ടിട്ടാണ് കൂട്ടിച്ചേർത്തത്, വെൽഡ് ചെയ്ത് പിടിപ്പിച്ചത്? അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ലല്ലോ. നിങ്ങൾ തന്നെ പറയുന്ന നിങ്ങളുടെ പുസ്തകങ്ങളിൽ നിന്ന് തന്നെ ഈ വക കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ശരിയായ ക്രമത്തിലല്ലാതെ കാര്യങ്ങൾ പോയിട്ടുണ്ടല്ലോ. ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. ഇനി എൻ്റെ ഒരു വിഷയം അതിലേക്കല്ല, ഞാൻ മറ്റൊരു കാര്യമാണ് പറയാനായിട്ട് തുനിയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഈ സ്നാനപ്പെടുക, അത് കഴിഞ്ഞിട്ട് കാത്തിരുന്ന് ആത്മസ്നാനം പ്രാപിക്കുക, അതിനിടയിൽ ഈ കൈവെപ്പ് എന്നുള്ളൊരു പദം കയറി വന്നപ്പോൾ ഞാൻ പൗലോസിനെ കൂട്ടുപിടിച്ചതാണ്.
പൗലോസ് എന്ന് പറയുന്ന വ്യക്തിയെ വലുവനായ ദൈവം വേർതിരിച്ചു തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട്. വളരെ സ്പഷ്ടമായിട്ട്, വ്യാഖ്യാനങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് എൻ്റെ ചിന്ത. ഈ 16-ാം വാക്യം ഞാൻ ആരെങ്കിലും വ്യാഖ്യാനിച്ചു എന്ന് കേട്ടതല്ല, സ്വന്തമായി വായിച്ച് മനസ്സിലാക്കിയ കാര്യമാണ്. ഈ 15ഉം 16ഉം ഒക്കെ വാക്യങ്ങൾ ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ പൗലോസിൻ്റെ ഈ പറയപ്പെട്ട ഭാഗങ്ങളിലെ പ്രസംഗങ്ങളുണ്ട്. അഗ്രിപ്പാവിൻ്റെ മുമ്പാകെ, ഫെസ്തോസിൻ്റെ മുമ്പാകെ, ഫേലിക്സിൻ്റെ മുമ്പാകെ ഒക്കെ ഇങ്ങനെ കൈസരിയിലിരിക്കുമ്പോൾ, അതായത് ഫിലിപ്പിൻ്റെ കൈസരിയയിൽ തടവുള്ളിയായിരിക്കുന്ന കാലമാണിത്. ഒരല്പസമയം അവിടെ തടവുള്ളിയായിട്ടിരിക്കുന്ന സമയത്ത്, അതായത് 3-ാം മിഷൻ യാത്ര കഴിഞ്ഞ് മടങ്ങി യെരുശലേമിൽ വരുന്നു. യെരുശലേമിൽ വന്നു കഴിയുമ്പോൾ താൻ യെരുശലേം ദൈവാലയത്തിലേക്ക് പോകുന്നുണ്ട്. യെരുശലേം ദൈവാലയത്തിലേക്ക് പോകുന്നത്, യെരുശലേം ദേവാലയം എന്ന് നമ്മുടെ വായിൽ അങ്ങനെയാണ് കാലങ്ങളായിട്ട് പറഞ്ഞു പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളും പ്രസംഗിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് പറയുകയുള്ളൂ. നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അതായത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം വരെയാണ് അതിനെ യെരുശലേം ദൈവാലയം എന്ന് വിളിക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ യഹൂദന്മാരെ ഒത്തുകൂടുന്ന അവരുടെ ഒരു പ്രാർത്ഥനാലയം എന്നുള്ളൊരു സ്റ്റാറ്റസ് മാത്രമേ അതിനുള്ളൂ. ദൈവാലയം എന്നുള്ള ആ സ്റ്റാറ്റസ് ഇപ്പോൾ അതിനില്ല. കാരണം ദൈവം വസിക്കുന്നില്ല. ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് ഒരേ ഒരു ദൈവാലയമേ ഉള്ളൂ. അതേസമയം അസംഖ്യം സിനഗോഗുകളുണ്ട്. അതെല്ലാം പ്രാർത്ഥനാലയങ്ങളാണ്. അവർ ലോകത്ത് പല സ്ഥലത്തും താമസിക്കുന്നുണ്ട്. അവിടെ അവർ ഒത്തുകൂടി അവരുടെ സങ്കീർത്തനങ്ങളൊക്കെ പാടും. പിന്നെ അവർ അവരുടെ തോറയും കെത്തൂബീമും നബീമും ഒക്കെ തുറന്നു വെച്ച് വായിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിക്കും. വായനകളുണ്ട്. പിന്നെ എന്താ, അവരുടെ രീതികളിലുള്ള പല കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഓക്കെ. പക്ഷേ അവിടെയൊന്നും യാഗാർപ്പണമില്ല, അവിടെയൊന്നും ധൂപാർപ്പണമില്ല. അതിന് ഒരേ ഒരു ആലയമേ ഉള്ളൂ, ജെറുസലേമിലെ ആ മഹത്തായ നിർമ്മിതി. അതാണ് യെരുശലേം ദൈവാലയം. അതുകൊണ്ടാണ് അതിനെ ദൈവാലയം എന്ന് വിളിക്കുന്നത്. അതിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് വലിയവനായ ദൈവം വസിച്ചിരുന്നു. പാസ്റ്റ് ടെൻസിലാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് തേജോമയനായ ദൈവം വസിച്ചിരുന്നു. ആ ദൈവം തന്നെയാണ് പറഞ്ഞത്, ഇത് കല്ലുമ്മേ കല്ല് ശേഷിക്കാതെ തകർന്നു പോകുമെന്ന്. അത് പിന്നത്തേതിൽ സംഭവിച്ചു. ഒരു 40 വർഷക്കാലം അങ്ങനെ തന്നെ അത് അവിടെ വെച്ചിരുന്നു. അതിന് ഞാൻ മുൻകാലത്ത് ചില മെസ്സേജുകളിലൂടെ പ്രിയപ്പെട്ടവരെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഈ 40കളുടെ സംഖ്യകളുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട് പുസ്തകത്തിൽ. ഇസ്രായേൽ 40 വർഷക്കാലം, ഏകദേശം 40 വർഷക്കാലം മരുഭൂമിയിലൂടെ അവർ അലഞ്ഞു നടന്നൊരു ചരിത്രമുണ്ട്. ഇസ്രായേലിനെ ദൈവം പരിശോധിക്കുകയാണ്. മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട ജനത്തെ മരുഭൂമിയിൽ പരിശോധനയ്ക്കായിട്ട് ഒരു 40 വർഷക്കാലം നമ്മൾ കാണുന്നുണ്ട്. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നൊക്കെയുള്ളത് വേറെ ചോദ്യങ്ങളാണ്, അങ്ങോട്ട് പോകുന്നില്ല. പകരം 40 വർഷക്കാലം അവർ മരുഭൂമിയിൽ വിവിധങ്ങളായ പരിശോധനകളിലൂടെ കടന്നുപോയി എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അതുപോലെ തന്നെ ക്രിസ്തീയ സഭ ആരംഭിക്കുന്ന ഏകദേശം AD 30-ലാണ്. ഏകദേശം AD 30. ആളുകൾ പറയുമ്പോൾ ഏറ്റക്കുറിച്ചിലുകളൊക്കെ വരും. നമ്മൾ സാധാരണ മട്ടിൽ ഇങ്ങനെ അങ്ങ് ചിന്തിച്ചു കൊള്ളുക, ഏകദേശം AD 30. അവിടെ മുതൽ ഒരു 40 വർഷത്തിൻ്റെ ചരിത്രം പറഞ്ഞാൽ, AD 70 വരെയുള്ള ചരിത്രം പറഞ്ഞാൽ, ഈ യെരുശലേമിലെ ദൈവാലയം, ഈ ദൈവാലയം എന്ന് പറയുന്നതിൻ്റെ അകത്തെ തിരശീല ഒരു മനുഷ്യനും കടന്നു വന്ന് കീറാതെ സ്വർഗം കീറിക്കളഞ്ഞെങ്കിൽ, ഈ ആലയം എന്ന് പറയുന്നത് നശിപ്പിക്കാൻ ദൈവത്തിന് no minutes മതി. സെക്കൻഡുകൾ കൊണ്ട് ഇത് തകർത്ത് കളയാം. നിങ്ങൾ കണ്ടില്ലേ കൊച്ചിയിൽ മരടിൽ ഒരു വലിയ ഫ്ലാറ്റ് ക്ഷണനേരം കൊണ്ട് അത് കായലിലേക്ക് ഇങ്ങനെ അങ്ങ് പോകുന്നത്. അങ്ങനെയെങ്കിൽ വലിയവനായ ദൈവത്തിന് ഈ യെരുശലേം ദൈവാലയം പൊളിക്കാൻ എത്ര നേരം വേണം? അങ്ങനെ വലിയ നേരമൊന്നും വേണ്ട. പക്ഷെ പൊളിച്ചില്ല. എന്തിനെന്നറിയാവോ? അത് തുടക്ക കാലഘട്ടത്തിൽ യഹൂദന്മാരിൽ നിന്നാണ് ഏറിയ പങ്കും വിശ്വാസത്തിൽ വന്നത്. അങ്ങനെ വിശ്വാസത്തിൽ വന്ന ആ ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവം അതവിടെ വെച്ചു, ഇരിക്കട്ടെ. 40 വർഷക്കാലം ഒരു പരിശോധനയുടെ കാലമായിരുന്നു. ആ യെരുശലേം ദൈവാലയം എന്ന് പറയുന്ന നിർമ്മിതി, ഇന്നലകളിൽ വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന ആ നിർമ്മിതി ഇപ്പോൾ അവിടെ ഉണ്ട്. ആ ബിൽഡിങ് കണ്ട്, ആ ആലയം കണ്ട് എത്രയോ പേര് വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോയെന്നറിയാവോ? അതവിടെ ഇരുന്നത് കൊണ്ട് അനേകർ പിന്മാറിപ്പോയിട്ടുണ്ട്. ചരിത്രമാണ്. അല്ലാതെ 1-ാം നൂറ്റാണ്ടിൽ വന്ന ആൾക്കാരെല്ലാം വിശ്വാസത്തിന് വേണ്ടി എല്ലാവരും രക്തസാക്ഷിയായി എന്നൊന്നും ചിന്തിച്ചേക്കരുത്. രക്തസാക്ഷികളായവരുണ്ട്, ധാരാളം പേരുണ്ട്. എന്നിരുന്നാൽ തന്നെ പിന്മാറിയവരുമുണ്ട്. ആ പിന്മാറിയവരെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. വിശേഷാൽ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ കാണുന്നത് എന്താ? ഇനി എത്രയും അല്പകാലം കഴിഞ്ഞ് വരുവാനുള്ളവൻ വരും, എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. എന്നിട്ട് പറയുകയാണ്, ഈ ലേഖനം എഴുതിയത് പൗലോസ് ലേഖ എന്നാണ് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നത്.
അത് നമ്മുടെ ഒരു വിശ്വാസവും ബോധ്യമാണ്. കാരണം എഴുത്തിൻ്റെ രീതി അനുസരിച്ച് നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തലക്കെട്ടിൽ പൗലോസിൻ്റെ ലേഖനം ഇല്ല, പക്ഷേ നമ്മൾ അങ്ങനെ മനസ്സിലാക്കുന്നു. ഓക്കെ, അടുത്ത വാക്യം പറയുന്നത് എന്താ? നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, പിന്നെയോ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. അപ്പോൾ പിന്മാറ്റം എങ്ങോട്ടെന്ന് ചോദിച്ചാൽ ചിലർ പറയും ഞങ്ങൾ അങ്ങോട്ടാ പിന്മാറിയത്, ഞങ്ങൾ ഇങ്ങോട്ടാ കർവാപ്പസി നടത്തിയെന്ന്. പുസ്തകം എന്തെന്ന് അതിന് പറയുന്നത്? എങ്ങോട്ട് വേണേലും നടത്തിക്കോ, ഇത്രയേ ഉള്ളൂ. പിന്മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാശത്തിലേക്കാണ്. അപ്പോൾ ചിലർ പറയും ഞങ്ങൾ ഈ പെന്തിക്കോസുകാരുടെ കൂട്ടത്തിൽ നിന്ന് വേറെ കോസുകാരുടെ കൂട്ടത്തിൽ പോയി എന്നൊക്കെ. അതെന്നാ കോസാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാനിപ്പോൾ പറഞ്ഞു വരുന്ന വചനത്തിൻ്റെ ഒരു ലൈനിലാണ്. അതായത് ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ വിശ്വാസ സ്നാനത്തിൽ ക്രിസ്തുവിനോടാണ് ചേർന്നത്, ക്രിസ്തുവിനെയാണ് ധരിച്ചത്. അപ്പോൾ ക്രിസ്തുവിനെ ധരിച്ച് ക്രിസ്തുവിൻ്റെ പ്രമാണപ്രകാരമുള്ള ആത്മീയ ജീവിതം നയിക്കുമ്പോൾ, വിശ്വാസ ജീവിതം നയിക്കുമ്പോൾ, വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ അതിനൊത്തിരി കാര്യങ്ങൾ പറയണ്ടേ. ആ കാര്യങ്ങളിൽ നിന്നെല്ലാം ഞാൻ പിന്മാറിയിട്ട് പിന്നെ ഞാൻ കൊച്ചു വിഗ്രഹാരാധനയിലേക്കും, വലിയതല്ല, കൊച്ചു വിഗ്രഹാരാധനയിലേക്കൊക്കെ അങ്ങനെ പിന്മാറി. കാരണം അവിടെ കൊച്ചു രൂപങ്ങളൊക്കെ ഇരിപ്പുണ്ടല്ലോ, കൊച്ചു രൂപങ്ങൾ. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞാൻ സഹോദരങ്ങളെ കാണിച്ചില്ലേ, പണ്ട് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടെന്നുള്ളതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം മാതാവും കൂടെ ക്രൂശിക്കപ്പെട്ടെന്നുള്ളതാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ പറയുന്നത്. അഖിലലോക 200 കോടിക്കാർ പറയുന്നത് 200 കോടിയോ 150 കോടിയോ 130 കോടിയോ എത്രയാണോ, അതിൻ്റെ കണക്ക് എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഏതാണ്ട് ഏകദേശം ഒരു 130 കോടിയൊക്കെ വരുമായിരിക്കും. ആ കൂട്ടർ പറയുന്നത് ഇപ്പം മാതാവും കൂടെ ക്രൂശയിലുണ്ടായിരുന്നെന്നൊക്കെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി വിവരക്കേടുകളുണ്ട്. പിന്മാറ്റം എന്ന് പറയുന്നത് അങ്ങനത്തെ വിവരക്കേടിലേക്കൊക്കെയാണ്. അതെല്ലാം നാശത്തിലെ പോയി അവസാനിക്കൂ. നമ്മെ സംബന്ധിച്ച് യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ആ ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിലേക്ക് ഇനി പറഞ്ഞു വരേണ്ടതുണ്ട്. അങ്ങനെ നാം വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ടവരായ നാം പിന്മാറിപ്പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബലിയർപ്പണത്തിന് പോയി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ പറയുന്ന വിശ്വാസധാരയിലേക്ക് വന്ന വ്യക്തികളെ സംബന്ധിച്ച് അവർക്കൊരു ഉത്തമ ബോധ്യമുണ്ട്. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ തൽക്ഷണം അവൻ്റെ പ്രാണനും ആത്മാവും എങ്ങോട്ടാണോ പോകാൻ നിയമിച്ചിരിക്കുന്ന അങ്ങോട്ട് പോകും. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവനാണെങ്കിൽ, ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവനാണെങ്കിൽ സ്വർഗദൂതന്മാർ അകമ്പടി സേവിച്ചുകൊണ്ട് സ്വർഗീയമായ ഉയരത്തിലേക്ക്, അഥവാ പറുദീസയുടെ അനുഭവത്തിലേക്ക് അവനെ കൊണ്ടുപോകും, വിശ്രമത്തിലേക്ക് കൊണ്ടുപോകും. അതേസമയം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമായിട്ട് ഒരു ബന്ധമില്ലെങ്കിൽ മരണത്തിൻ്റെ അധികാരിയായ ദൂതൻ, അവൻ്റെ കീഴിലുള്ള അസംഖ്യം ദൂതന്മാരുണ്ടല്ലോ, അങ്ങനെ അസംഖ്യം ദൂതന്മാർ ഈ പറയപ്പെട്ട ആളുകളെ പിടിച്ചുകൊണ്ട് പോകാൻ പാകത്തിന് അവർ സദാ സന്നദ്ധരായി റെഡിയായി നിൽക്കുകയാണ്. എൻ്റെ ഒരു സ്നേഹിതൻ്റെ ഭാര്യ ഒരു സീനിയർ നേഴ്സാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സാണ്. പുള്ളിക്കാരി വളരെ സീനിയർ ആയതുകൊണ്ട് ICUവിലൊക്കെയുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, വളരെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കൽ ഇങ്ങനെ പറയുമായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചിരുന്നപ്പോൾ, എൻ്റെ ദേവദാസനെ ഇവിടെ ഈ മരിക്കാൻ കിടക്കുന്ന ആളുകൾ കാട്ടിക്കൂട്ടുന്ന വെപ്രാളങ്ങളൊക്കെ പുറത്ത് പറഞ്ഞ ആളുകൾ വിശ്വസിക്കില്ലെന്നാണ് അവർ പറയുന്നത്. അതായത് ചില സമയത്ത് ഇവർ പെട്ടെന്ന് വന്ന് നോക്കുമ്പോൾ ഈ ICU യൂണിറ്റിൽ ഇങ്ങനെ കട്ടിലെ പിടിച്ച് കിടത്തിയിരിക്കുന്ന ഈ ആളുകൾ കട്ടിലേന്ന് ഉരുണ്ട് താഴെ ചാടിയിട്ട് കട്ടിലിനടിയിലൊക്കെ കയറിയിരിക്കും. അപ്പോൾ ഇവർ ചോദിക്കും, ഹിന്ദി ഭാഷയിലായാണ് ചോദിക്കുന്നത്. അങ്ങനെ ഇതൊക്കെ ചോദിക്കുമ്പോൾ കിട്ടുന്ന മറുപടി, അവരിവിടെ വന്ന് നിൽക്കുകയാണ്, പിടിച്ചോണ്ട് പോകാൻ നിൽക്കുകയാണ്, ഇപ്പോൾ പിടിക്കൂ, എന്നെ വിടല്ലേന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പലതരം ശബ്ദങ്ങൾ അവിടെ മുഴങ്ങുമെന്നാണ് പറയുന്നത്. ഭയത്തിൻ്റേതായ ശബ്ദങ്ങൾ, മരണവെപ്രാളത്തിൻ്റേതായ ശബ്ദങ്ങൾ. ശാന്തമായൊരു മരണമല്ല, അങ്ങനെയും മനുഷ്യർ മരിക്കും. എന്നാൽ ചില സമയങ്ങളിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവർ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. യെസ്, പറഞ്ഞു വരുന്നത് എന്താ, അതിൻ്റെ വലിയ വിശദീകരണത്തിലേക്കൊന്നും അല്ല പോകുന്നത്. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. യേശുക്രിസ്തുവുമായിട്ടൊരു ബന്ധത്തിലേക്ക് വരാത്ത വ്യക്തിജീവിതങ്ങൾ, അവരാരും ആയിക്കോട്ടെ, ഏത് പെന്തിക്കോസുകാരൻ്റെ വീട്ടിൽ ജനിച്ചവനും ആയിക്കൊള്ളട്ടെ, എക്സ് ഓർ വൈ ആരും ആകട്ടെ, ക്രിസ്തുവുമായൊരു അഭേദ്യമായ ബന്ധത്തിലേക്ക് വരാതെ, ആ തിരുരക്തത്താൽ കഴുകൽ പ്രാപിക്കാതെ, ക്രിസ്തുവിനെ ധരിക്കാതെ, തനിക്ക് ബോധിച്ചതുപോലെ ജീവിച്ച ഒരു മനുഷ്യൻ പാപത്തിൽ തന്നെയാണ് തുടരുന്നത്. അപ്പോൾ ആ പാപത്തിൽ അവൻ മരിക്കുകയാണ്, വിശ്വാസത്തിലല്ല മരിക്കുന്നത്. അങ്ങനെയുള്ളവരെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഞാൻ പറഞ്ഞതുപോലെ മരണദൂതൻ കാത്തു നിൽപ്പുണ്ട്, പിടിച്ചോണ്ട് പോകും, അത്ര തന്നെ.
അപ്പോൾ ഇതൊക്കെ ഒരു വിശ്വാസിയുടെ ബോധ്യങ്ങളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബോധ്യങ്ങളൊക്കെ ഉള്ളവരാണെന്നാണ് എൻ്റെ വിചാരം. ഈ വക കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ചെറിയ എസ്സേ എഴുതി തരാൻ പറഞ്ഞാൽ, പേപ്പർ ഇപ്പം നീട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ടും അടുക്കടുക്കായിട്ട് എല്ലാം എഴുതുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് കൃത്യമായ റിപ്പോർട്ട് തരുമെന്നാണ് എൻ്റെ ഒരു ചിന്ത. ഈ വക കാര്യങ്ങളിൽ നിങ്ങൾ അജ്ഞരല്ലെന്ന് എനിക്ക് ബോധ്യമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ബോധ്യത നിൽക്കുന്ന ഒരു വിശ്വാസി, ഒരു ദൈവ പൈതൽ, അവൻ പിന്മാറിക്കഴിഞ്ഞിട്ട് പിന്നെ വർക്കല കടപ്പുറത്തും അല്ലെങ്കിൽ ആലുവ ശിവരാത്രി മണപ്പുറത്തും കാക്കയെ കാത്തിരിക്കുകയാണെങ്കിൽ അത് നാശത്തിലേക്ക് പോയി എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാക്കയെ കാത്തിരിക്കുക. അല്ല, ഇനി വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാലോ? വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ മക്കളും കൊച്ചുമക്കളും ഒക്കെ കുഴിയുടെ അവിടെ വന്ന് നിന്നിട്ട് ഒപ്പീസി കൊല്ലാൻ വേണ്ടി 5 രൂപ അടച്ച രസീതും കയ്യിൽ വെച്ചോണ്ട്, ഇപ്പം 5 ആണോന്ന് എനിക്ക് അറിയില്ല, പണ്ടത്തെ രീതി അനുസരിച്ച് ഞാൻ പറഞ്ഞത് 5, അല്ലെങ്കിൽ അനിത കൊല്ലാൻ വേണ്ടിയിട്ടുള്ള പൈസ അടച്ച് രസീതും കൈ വെച്ചോണ്ട് കത്തനാരെ കാണിക്കുന്നു. പുള്ളിക്കാരൻ അവിടെ ധൂപം വയ്ക്കുന്നു. അങ്ങനെ പല പരിപാടികളും അവിടെ നടക്കും. പുള്ളിക്കാരനെ കയറ്റി വിട്ടേക്കണേ എന്നൊക്കെ പറയും. നേരത്തെ അങ്ങനെയല്ലായിരുന്നു വിശ്വസിച്ചിരുന്നത്. മരിച്ചു കഴിഞ്ഞാൽ ആളെ കൊണ്ടുപോയി അടക്കുന്നു. വീട്ടുകാർ പിന്നത്തേതി വന്ന് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു, അത്രമാത്രം. പിന്നെ 40 ദിവസത്തേക്ക് ആ കട്ടിലയിൽ ഒരു വെള്ളത്തുണി വിരിച്ചിട്ട് ഒരു 0 ബൾബ് ഇങ്ങനെ കെട്ടി തൂക്കിയിടുന്ന പരിപാടിയൊന്നുമില്ല. കാരണം 40 ദിവസം ഇദ്ദേഹം ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. അങ്ങനെ ഇദ്ദേഹത്തെ പിന്നെ പ്രാർത്ഥനയാലും ധൂപത്താലും ഒക്കെ കഴിച്ച് അയക്കുക എന്ന് പറയുന്ന എക്സ്പോർട്ടിങ് പരിപാടിയൊന്നും അങ്ങനത്തെ വിശ്വാസങ്ങളല്ലായിരുന്നല്ലോ. ഇപ്പോൾ ഈ ആളുകളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അതിനൊക്കെ ചില്ലറ മുടക്കുണ്ട്. അന്നത്തെ ദിവസം ചാപ്പാടുണ്ടാക്കണം. 40 ദിവസമായി വലിയ ചാപ്പാടുണ്ടാക്കണ്ടേ, പോത്തിരിയൊക്കെ മറിക്കണം. അങ്ങനെ ഈ ചാപ്പാടൊക്കെ ഉണ്ടാക്കി ആളുകൾക്കൊക്കെ ഇത് കൊടുത്ത് പിന്നെ ചൊല്ലേണ്ടതൊക്കെ ചൊല്ലി കയറിപ്പോയിന്ന് എന്നിട്ടും ഗ്യാരണ്ടി ഇല്ല. 40 ദിവസം കയറിപ്പോയിന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനത്തെ ഗ്യാരണ്ടി ഉണ്ടോ? എൻ്റെ പൊന്നെ, എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ഗ്യാരണ്ടി ഉണ്ടെന്ന്. ഉണ്ടെങ്കിൽ പിന്നെ അടുത്ത വർഷം അതേ സമയം മരിച്ച ആണ്ടിന് വീണ്ടും അടുത്ത അനിത ചൊല്ലുന്നു, അല്ലെ ഒപ്പീസി ചൊല്ലുന്നു, കയറ്റി വിടാനുള്ള പരിശ്രമങ്ങൾ. ഇതെനിക്ക് തോന്നുന്നു കുറേ കാലമൊക്കെ ചൊല്ലുമായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ മറന്നുപോകും. പിന്നെ അവരുടെ മക്കളൊക്കെ മരിച്ചുപോയി, കൊച്ചുമക്കളും മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണ്ടി ആര് ചൊല്ലാനാ? അപ്പൻ്റെ പേരൊന്നും എനിക്കും അറിയില്ല പൊന്നെ. അങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കറിയില്ല. അവരൊക്കെ ഇങ്ങനെ ചൊല്ലിയ ആൾക്കാരാ. പക്ഷെ നമ്മളാരും അവർക്ക് വേണ്ടിയൊന്നും ചൊല്ലാറില്ല. നമ്മുടെ വംശത്തിൽപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ വഴിയിലല്ലാത്തവർ പോലും, അവർ പോലും ഓർക്കത്തില്ല അവരുടെ ഒന്നും പേര്. അവരൊക്കെ അവരുടെ അപ്പൻ്റെ കാര്യം ചൊല്ലുമായിരിക്കും, അല്ലെ അപ്പൻ്റെ അത്രയും വരെ പോകും തോന്നുന്നില്ല. അപ്പൻ്റെയിലേക്കൊന്നും പോകില്ല, അപ്പനിൽ വരെ നിൽക്കുമായിരിക്കും. അപ്പോൾ ഇതെല്ലാം പിന്മാറ്റങ്ങളെല്ലാം ചെന്ന് ഞാൻ ഇന്നത്തെ ഈ മെസ്സേജ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എൻ്റെ പൊന്നെ, ഇത് വളരെ ലളിതമായൊരു മെസ്സേജായിപ്പോയി. ഞാൻ ഇച്ചിരി ഘനമേറിയൊരു മെസ്സേജുമായിട്ടാണ് വന്നു നിന്നത്. പക്ഷെ വളരെ ലളിതമായിപ്പോയി. സാരമില്ല, ലളിതവും ഇടയ്ക്ക് വേണമല്ലോ, ഇടയ്ക്ക് ഇച്ചിരി ലളിതമൊക്കെ വേണം. അപ്പോൾ ഇങ്ങനെ ഞാൻ എബ്രായ ലേഖനത്തിലെ വാക്യമാണ് കേട്ടോ പറഞ്ഞു വന്നത്. 10-ാം അധ്യായത്തിൻ്റെ ഒടുവിലേക്ക് വന്നു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു 37, 38, 39 അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു. അത് നവീനെ ഒന്ന് നോക്കിയാൽ പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനോട് പ്രസാദമില്ലെന്നുള്ളത് 39-ാം വാക്യമാണോ? ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങൾ എവിടം മുതൽ എവിടം വരെയാണെന്നൊന്ന് പറഞ്ഞേ. എബ്രായർ 10:39 ഒന്ന് വായിച്ചേ. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലെത്രയാകും. കണ്ടോ, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, പിന്നെയോ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ. അപ്പോൾ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുക. ജീവരക്ഷയ്ക്ക് വിശ്വാസമാണ് ആധാരം, അല്ലേ? വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുക, അതിൻ്റെ തുടക്കം അങ്ങനെയല്ലേ സഹോദരങ്ങളെ? വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുക, അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ആദ്യത്തെ പടി എന്ന് പറയുന്നത് അതാണ്. അത് കഴിഞ്ഞോ വിശ്വാസത്താലുള്ള ജീവിതം, അത് തൊട്ട് മുകളിലുള്ള വാക്യത്തിലില്ലേ? തൊട്ട് മുകളിലുള്ള വാക്യം 38-ാം വാക്യം ഒന്ന് വായിച്ചേ. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവയിൽ പ്രസാദമില്ല. കണ്ടില്ലേ? അപ്പോൾ എൻ്റെ രക്തത്താൽ ഞാൻ നീതീകരിച്ച എൻ്റെ വിശുദ്ധന്മാർ വിശ്വാസത്താൽ ജീവിക്കണം. അവർ വിശ്വാസത്താലായിരിക്കണം ജീവിക്കേണ്ടത്. തുടക്കം എങ്ങനെയാ? വിശ്വാസത്താലുള്ള നീതീകരണം. പിന്നെയോ വിശ്വാസത്താൽ ജീവിക്കണം. പിന്നെയോ വിശ്വാസത്തിൽ മരിക്കണം. അതെവിടെ എഴുതിയിരിക്കുന്നത്? എബ്രായർ 11:13 ഒന്ന് വായിച്ചേ. ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട്
സംബന്ധിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. കണ്ടോ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, സാറയൊക്കെ ആ കൂടെ പെടുത്തിയിട്ടുണ്ട്. ഇവരൊക്കെ വിശ്വാസത്തിൽ മരിച്ചെന്നാണ് നമ്മൾ വായിക്കുന്നത്. വിശ്വാസത്തിൽ മരിച്ചു. അപ്പം നമ്മളെ സംബന്ധിച്ച് പുതിയ നിയമ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് നമുക്കിത് വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയും. ഇത് പഴയ നിയമ വിശുദ്ധന്മാരുടെ കാര്യമാണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ കാര്യം പറയുമ്പോൾ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്? വിശ്വാസത്താലുള്ള നീതീകരണം. പിന്നത്തേതിൽ വായിച്ചതുപോലെ വിശ്വാസ ജീവിതം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പോൾ വിശ്വാസ ജീവിതം. അത് കഴിഞ്ഞ് മരണം പോലും എങ്ങനെയാണ്? വിശ്വാസത്തിൽ മരിക്കുന്നു. വിശ്വാസത്തിൽ മരിക്കുന്നു. പൗലോസ്ലീഹ അങ്ങനെ മരിക്കാനായിട്ട് കാത്തിരുന്നൊരു മനുഷ്യനാണല്ലോ. തൻ്റെ മരണത്തിന് മുമ്പ് എന്താ പറഞ്ഞത്? താനൊരു പാനീയാഗമായി അർപ്പിക്കപ്പെടാൻ പോവുകയാണ്. താൻ നല്ല പോർ പൊരുതി വിശ്വാസം കാത്തു എന്ന് പറഞ്ഞാൽ തന്നെ ഏൽപ്പിച്ച ബാറ്റൺ സൂക്ഷിച്ചെന്ന്, അഗ്നിമയമായ പ്രമാണം സൂക്ഷിച്ചെന്നുള്ളതാണ് വരുന്നത്. അപ്പം ബാറ്റൺ സൂക്ഷിച്ചു. പിന്നെ എന്താ? ഓട്ടം തികച്ചു. അതൊക്കെ വിശ്വാസത്താലുള്ള വാക്കുകളാണ്. അത് വിശ്വാസത്താലുള്ള മരണമാണ് അതൊക്കെ കാണിക്കുന്നത്. വളരെ കോൺഫിഡൻസിൽ, അയ്യം വിളിച്ചുകൊണ്ടല്ല, അയ്യോ എന്തായിത്തീരും, എങ്ങനെയായിത്തീരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഭയപ്പാടിൻ്റെ ഒരു മരണമല്ല അതൊന്നും കാണിക്കുന്നത്. ജീവിച്ചിരുന്ന കാലത്ത് തന്നെ പൗലോസ് പറയുന്നത് എന്താ? മരിക്കുന്ന ലാഭമെന്ന. ഒടുക്കമായിപ്പോൾ എന്താ? ആ കോൺഫിഡൻസ് വർദ്ധിക്കുകയല്ലേ. ആ പകരപ്പെട്ട അഭിഷേകത്തിൽ അത് അവസാന നിമിഷങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ചാഞ്ചലിപ്പൊന്നുമില്ലെന്നേ, ചാഞ്ചല്യമൊന്നുമില്ല. അയ്യോ അങ്ങനെയായോ, നേരത്തെ പോവുകയാണല്ലോ, അവരുടെ കാര്യം എന്താ, ഇവരുടെ കാര്യം എന്താ, അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല. നല്ല ബോധ്യത്തിലാണ് മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എന്ത് പറഞ്ഞപ്പോഴും എവിടെ പോയെന്നറിയാമോ? ആ എബ്രായ ലേഖനത്തിലെ വാക്യം പറഞ്ഞില്ലേ, നമ്മൾ നിൽക്കുന്ന ഒരു ബോധ്യത്തിലാണ്, സ്ഥിരതയുള്ളൊരു ബോധ്യത്തിലാണ്. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച് ക്രിസ്തുവിനോട് ചേർന്ന് അവൻ്റെ ആത്മാവിനെ പാനം ചെയ്ത് ആത്മാവിൽ ജീവിക്കുന്ന ഒരു ജീവിതം. അങ്ങനത്തെ ഒരു ജീവിതത്തിലേക്ക് വരണം. ആത്മീയ ശുശ്രൂഷകളൊക്കെ ചെയ്യാനെന്നുള്ളത് പറഞ്ഞു വന്നപ്പോഴാണ് കൈവപ്പൊക്കെ കയറി വന്നത്. ഇങ്ങനത്തെ ഒരു തലത്തിൽ നിന്ന് ഒരാൾ പിന്മാറിപ്പോവുക എന്ന് പറഞ്ഞാൽ പിന്നെ പോകുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഇങ്ങനെ കറങ്ങി ഇതൊന്നും ഇല്ലാത്ത പല മേഖലകളിലേക്കും പോവും. അസ്ഥിരമായ മേഖലകൾ. സ്ഥിരതയില്ലല്ലോ അവിടെയൊന്നും. അവിടെ എന്ത് സ്ഥിരതയുള്ളത്? അവിടെ അച്ചടിച്ചു വെച്ച പുസ്തകത്തിന് സ്ഥിരതയുണ്ട് അല്ലേ? പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതൊന്നും മാറിപ്പോകുന്നില്ല. ശവസംസ്കാര ശുശ്രൂഷയുടെ കിതാബിലും പിന്നെ ഓരോരോ ശുശ്രൂഷയ്ക്കും കിതാബുണ്ട്. ആ കിതാബിൽ എഴുതി വെച്ച കാര്യമൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. അത് ശരിയാ. പക്ഷെ അസ്ഥിരതയാണ്. അതെന്താ? ഒരു ഗ്യാരണ്ടി ഇല്ലെന്നേ, ഒരു ഗ്യാരണ്ടി ഇല്ല. പൗലോസ് പറഞ്ഞതുപോലെ പറഞ്ഞു വിടന്നു പോകുന്ന ഒരു മെത്രാച്ചനെയും നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്നൊന്നും പറഞ്ഞിട്ടല്ല ആളുകൾ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഉറപ്പുണ്ടെങ്കിൽ, ഉത്തമമായ ഉറപ്പുണ്ടെങ്കിൽ, പൗലോസിൻ്റെ പേരിൽ ഒരു അനിത ചൊല്ലിയിട്ടില്ലെങ്കിൽ, പത്രോസിൻ്റെ പേരിൽ ഒരു ഒപ്പീസ് ചൊല്ലിയിട്ടില്ലെങ്കിൽ, ഈ തലമുറയിലുള്ള വിശുദ്ധന്മാർക്കും ആ ധൈര്യത്തിൽ ഇവിടുന്ന് പോകാൻ മേലേ. പിന്നെ ആണ്ടോടാണ്ട് ഈ പറഞ്ഞതൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കണോ? ആണ്ടോടാണ്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണോ എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ അത് ഒരു ബോധ്യമില്ലായ്മ കൊണ്ടും സ്ഥിരതയില്ലായ്മ കൊണ്ടുമാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആണ്ടോടാണ്ടത് ചെയ്യുന്നുണ്ട് സ്ഥിരമായിട്ട്. ആ സ്ഥിരതയല്ല ഞാൻ പറഞ്ഞത്. വിശ്വാസത്തിൽ സ്ഥിരതയില്ലായ്മയും ഉറപ്പില്ലായ്മയും ധൈര്യമില്ലായ്മയും ബോധ്യമില്ലായ്മയാണ് ആ കാണിക്കുന്നതൊക്കെ. യഥാർത്ഥ ഭക്തന്മാരുടെ ബോധ്യം എന്താ? നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ അവരെല്ലാം വിശ്വാസത്തിൽ ജീവിച്ചു, വിശ്വാസത്തിൽ മരിച്ചടക്കപ്പെട്ടു. അവർ കാത്തിരിക്കുകയാണ്, കാഹളത്തിന് വേണ്ടി കാതോർത്ത് കാത്തിരിക്കുകയാണ്. അസംഖ്യം വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ കാഹളത്തിന് കാതോർത്ത് കാത്തിരിക്കുകയല്ലേ അല്ലേ? അവരെ അടക്കിയിരിക്കുന്ന ആ കല്ലറകളിൽ നിന്ന് കാഹളനാദം കേൾക്കുമ്പോൾ കല്ലറകളെ തകർത്തുകൊണ്ട് പുനരുദ്ധാന ശക്തിയിൽ ഉയർക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ വിശുദ്ധന്മാരുണ്ട്. അതേസമയം ഇപ്പോഴും ആളുകൾ ഇങ്ങനെ അനിതയല്ലിയും ഒപ്പീസിയല്ലിയും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ട് തരം വഴികളല്ലേ, രണ്ട് തരം രീതികളല്ലേ, രണ്ട് തരം വിശ്വാസധാരകൾ തന്നെയാണ്. അതിന് എന്താ സംശയം? അതിനകത്ത് പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല. രണ്ട് രീതിയിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇത്ര ബോധ്യത്തിലിരിക്കുന്ന ഒരു വ്യക്തി പിന്മാറിപ്പോയാൽ പിന്നെ ബോധ്യമില്ലായ്മയിലേക്ക് പോകുമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ബോധ്യമില്ലായ്മയിലൊക്കെ നിൽക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലൊക്കെ കടന്നു വന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഞാൻ പറഞ്ഞല്ലോ, ഒരു ബിഷപ്പ് കടന്നു വന്ന ഒരു കാര്യം. ആ ബിഷപ്പിൻ്റെ ആ ഒരു സമൂഹം അവരിങ്ങനെ മരണാനന്തര ശുശ്രൂഷയിലൊന്നും വിശ്വസിക്കുന്ന ആളുകളല്ല.
അവർക്ക് ഒത്തിരി പുരോഗമനമുള്ള ആൾക്കാരാണ്. അവർ ഒരു നവീകരണ സംഘമാണ് മലയാളക്കരയിൽ മാത്രമേ ഉള്ളൂ. അവിടെ അഫിലിയേഷൻ എന്ന് പറയുന്നത്, ആ സമൂഹത്തിൻ്റെ അഫിലിയേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെന്താ അഫിലിയേഷൻ എന്നുള്ള വാക്കല്ലല്ലോ ഉപയോഗിക്കേണ്ടത്, കോളേജാണ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്യുന്നത്. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന ആ സമൂഹം ആംഗ്ലിക്കൻ ചർച്ചുമായിട്ടുള്ള ഒരു ബന്ധത്തിലാണ്, ആ ആത്മീയ അധികാരത്തിന് കീഴിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ആത്മീയ അധികാരത്തിന് കീഴിൽ മുൻപോട്ട് പോകുമ്പോൾ ഈ ആംഗ്ലിക്കൻ ചർച്ച് എന്ന് പറയുന്ന സംവിധാനത്തോട് സഹതാപം മാത്രമേ ഇന്ന് നമുക്കുള്ളൂ. ഒരു കാലഘട്ടത്തിൽ അവർ കാത്തലിക് ചർച്ചിൻ്റെ സംവിധാനത്തിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് വേറിട്ട് നിന്നൊരു കൂട്ടമാണ്. അവരെക്കുറിച്ച് പറഞ്ഞാൽ അഭിമാനപൂർവ്വം പറയാവുന്ന കാര്യങ്ങൾ ഒത്തിരിയുണ്ട്. നമ്മൾ നന്ദിയോടെ സ്മരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. കാരണം അവരയച്ച മിഷണറിമാർ, മലയാളക്കരയിലേക്ക് അയച്ച മിഷണറിമാരിൽ ഒരാളാണ് ബെഞ്ചമിൻ ബെയ്ലി. അയ്യോ, ഏത് ഉറക്കത്തിൽ എഴുന്നേറ്റ് നന്ദി പറയാതിരിക്കാൻ കഴിയാത്തൊരു പേരാണ് ബെഞ്ചമിൻ ബെയ്ലി. അദ്ദേഹം ഈ മലയാളക്കരയിൽ വന്ന് ഇങ്ങനൊരു പുസ്തകം നമുക്ക് വേണ്ടി തർജ്ജമ ചെയ്ത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ എത്തിച്ചു തന്നു. 100, 200, 300 രൂപ കൊടുത്ത് ഇത് വാങ്ങി നമ്മളിന്ന് വായിച്ച് സായുജ്യമടയുകയാണ്, അനുഗ്രഹിക്കപ്പെടുകയാണ്. അതിന് വളരെ കഷ്ടങ്ങൾ സഹിച്ചിട്ടാണ് ആ മനുഷ്യരിവിടെ വന്നത്. ബെഞ്ചമിൻ ബെയ്ലി മാത്രമല്ല, ചർച്ച് മിഷൻ സൊസൈറ്റി ഇങ്ങോട്ട് അയച്ച മിഷണറിമാരുണ്ട്. അവർ കോട്ടയം കേന്ദ്രമാക്കി പ്രവർത്തിച്ചു, അഥവാ CMS മിഷണറിമാർ. അതുപോലെ തന്നെ തിരുവനന്തപുരത്തിൻ്റെ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചവരാണ് LMS, ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ കീഴിൽ വന്ന ആളുകൾ അവിടെയുണ്ടായി. ജർമ്മനിയിൽ നിന്ന് വന്ന ആളുകൾ തലശ്ശേരി കേന്ദ്രമാക്കി, അതായത് മലബാർ കേന്ദ്രമാക്കി ബാസൽ മിഷൻ എന്ന് പറയുന്ന ആ സംഘം അവരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ മലബാർ കേന്ദ്രമാക്കി പ്രവർത്തിച്ച അവരുടെ ഇടയിലുള്ള ചില ആളുകളെക്കുറിച്ചൊക്കെ ഞാൻ ഈ അടുത്തിടയ്ക്ക് പഠിക്കുകയും വിലയിരുത്തുകയൊക്കെ ചെയ്യുമ്പോൾ വളരെ സഹതാപം തോന്നുകയാണ്. ആ കാലഘട്ടത്തിലെ മിഷണറിമാർ മലബാറിൽ ചെയ്തെടുത്ത കാര്യങ്ങളെ വളരെ ആദരവോടും ബഹുമാനത്തോടുമാണ് കാണുന്നത്. അവരുടെ ശുശ്രൂഷയിൽ പുറത്തേക്ക് വന്ന ആ ജനവർഗം പിന്നത്തതിൽ അവരുടെ തലമുറകൾ, കൊച്ചുമക്കൾ എന്നൊക്കെ പറയുന്നവരാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ആ ആളുകളൊക്കെ ഒരു സെമി ക്രിസ്ത്യൻസ് എന്ന് വേണേൽ വിളിക്കാമെന്നേ ഉള്ളൂ. സെമി മാത്രമേ ഉള്ളൂ, ഫുള്ള് പറയാൻ പറ്റില്ല. ഒരു 60% അവരൊരു ഹൈന്ദവ വിശ്വാസത്തെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു 40% ക്രൈസ്തവമായ കാര്യങ്ങൾ, ബൈബിളൊക്കെ അവരുടെ വീട്ടിലുണ്ട്, പാട്ട് പുസ്തകമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുണ്ട്, അതൊക്കെയുണ്ട്. പിന്നെ അങ്ങനെ അവർ കല്യാണമൊക്കെ കഴിക്കുമ്പോൾ ബൈബിളിലെ വാക്യങ്ങളൊക്കെ വായിക്കുമായിരിക്കും. അതൊക്കെ വെച്ചിട്ട് നമുക്കങ്ങനെ പറയാമെന്നേ ഉള്ളൂ. അവരുടെ ഇടയിലുള്ള ആളുകളെയൊക്കെ പരിചയപ്പെടുമ്പോൾ അവർ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ, അവരുടെ കല്യാണങ്ങൾക്കാകട്ടെ മരണത്തിനാകട്ടെ എന്നു വേണ്ട മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ, അതിലൊക്കെ തികച്ചും ഒരു ജാതീയമായ സമ്പ്രദായങ്ങൾ മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ഈ ബാക്കിയുള്ള ഈ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുള്ള ആളുകൾ, ഈ പറയപ്പെട്ട ഗ്രൂപ്പുകളിലുള്ളവരൊക്കെ ഈ പറയപ്പെട്ട രീതിയിൽ ഒരു മിക്സഡ് ലൈഫ് തന്നെയാണ് നയിക്കുന്നത്. മലബാർ സൈഡിലെ ഈ പറഞ്ഞ കൂട്ടർ ഇച്ചിരി കൂടുതലാണെന്ന് മാത്രം, അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, ആംഗ്ലിക്കൻ സഭയുടെ കീഴിലുള്ള മിഷൻ സംഘടനകളുണ്ടല്ലോ, ആ സംഘടനകൾ മലയാളക്കരയിൽ വന്ന് ചെയ്തതും ലോകത്തിൽ പലയിടത്ത് പോയി ചെയ്ത കാര്യങ്ങളൊക്കെ വൻ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇന്ന് അവർ ലെസ്ബിയൻ കല്യാണം നടത്തുന്നവരും പിന്നെ സ്ത്രീകൾ ബിഷപ്പുമാരും അച്ഛന്മാരും ഒക്കെ ആയിട്ടിരിക്കുന്ന സ്ത്രീകളോട് നമുക്ക് വിരോധമൊന്നുമില്ല കേട്ടോ, ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളൊന്നും കോപിച്ചേക്കരുത്. വേദപുസ്തകത്തിൻ്റെ തത്വം അനുസരിച്ച് ഈ അജീവിത ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ട ആളുകൾ അവരെ സ്ത്രീകളെ ആ കാര്യത്തിൽ വിളിച്ചിട്ടില്ല. പകരം വിളിക്കപ്പെട്ടവരെന്ന് പറയുന്നത് പുരുഷന്മാരായ ആളുകളെയാണ് വിളിച്ചിരിക്കുന്നത്. അത് അനീതിയാണെന്ന് ചോദിച്ചാൽ അതിനകത്ത് അനീതിയുടെ വിഷയമൊന്നുമില്ല. അതിൻ്റെയൊക്കെ ഉത്തരങ്ങളുണ്ടെന്നേ, വളരെ ക്ലിയർ ആയിട്ടുള്ള ഉത്തരങ്ങളുണ്ട്. എന്തുകൊണ്ട് ഈ പറയപ്പെട്ട സഹോദരി വർഗത്തെ ആ ഒരു ശുശ്രൂഷയ്ക്ക്, അഞ്ചുവിധ ശുശ്രൂഷയിലേക്ക് തിരഞ്ഞെടുത്തില്ല എന്ന് ചോദിച്ചാൽ അതിനൊക്കെ ക്ലിയർ ആയിട്ടുള്ള ഉത്തരങ്ങളുണ്ട്. തൽക്കാലം ഞാൻ അതിൻ്റെ ഒന്നും വിശദാംശത്തിലേക്ക് പോവുകയല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ അവർക്ക് ഇവിടെ CSIക്ക് ഇന്ത്യയിൽ അവരുടെ സ്ത്രീകളായിട്ടുള്ള വൈദികരുണ്ട്, ബിഷപ്പ് സ്ഥാനീയരുണ്ട്, പിന്നെ അവിടെ ഏറ്റവും ടോപ്പിൽ വരുന്ന മോഡറേറ്റർ, അങ്ങനത്തെ പോസ്റ്റുകളിലൊന്നും അവരെ എത്തിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ ബിഷപ്പുമാരൊക്കെ ആയിട്ട് ധാരാളം സ്ത്രീകളുണ്ട്. അത് ഈ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിൽ ഈ ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ ഇടയിൽ മാത്രമേ ഉള്ളൂ, ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ ഇടയിൽ. പിന്നീട് നമ്മൾ ആ ഒരു വിഷയത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, രണ്ടാമത് സ്ത്രീകൾ ശുശ്രൂഷയിൽ, സ്ത്രീകൾ മീൻസ് സുവിശേഷം അറിയിക്കുകയും മറ്റു കാര്യങ്ങളുടെ കാര്യമല്ല,
ഇങ്ങനത്തെ ഒരു ഒഫീഷ്യൽ പൊസിഷനിൽ ഈ 5 ഫോൾഡ് മിനിസ്ട്രിയിൽ പറയപ്പെടുന്ന അപ്പസ്തോൽ, പിന്നെ പ്രവാചകൻ, പിന്നെ സുവിശേഷകൻ, ഇങ്ങനെ പറയുന്ന ആ ഗണത്തിൽ പാസ്റ്റർ എന്നൊക്കെ പറയുന്ന ഗണത്തിൽ സാധാരണ മറ്റ് സമൂഹങ്ങളിലൊന്നും സ്ത്രീകൾ കാണാറില്ല. സ്ത്രീകൾ കാതോലിക്ക് വാവയായിട്ട് നമ്മൾ കേട്ടിട്ടില്ല, പാത്രിയർക്കീസ് വാവയായിട്ടും കേട്ടിട്ടില്ല. അതുപോലെ സ്ത്രീകൾ മാർപ്പാപ്പയായിട്ടൊരു 2-3 പേര് ഇരുന്നിട്ടുണ്ട്. നമ്മുടെ പ്രിയങ്കരിയായ മാറോസിയൊക്കെ മാർപ്പാപ്പയായിട്ട് കുറച്ച് കാലം ഇരുന്നതാണ്. നിങ്ങളറിയോ മാറോസിയൊക്കെ? അങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ട്. അതിന് 264 മാർപ്പാപ്പമാരെന്നുള്ള പുസ്തകം മേടിച്ച് വായിക്കേണ്ടി വരും. അവരെത്ര കാലം ഇരുന്നെന്നും. ചില മാർപ്പാപ്പമാർ അവരുടെ കുട്ടികളെ തന്നെ അലക്സാണ്ടർ 2-മനോ 3-മനോ മറ്റോ എന്ന് തോന്നുന്നു, അയാളുടെ മകനെ തന്നെ അടുത്ത മാർപ്പാപ്പയാക്കാനായിട്ട് വലിയ ബഹളം വെച്ചയാൾ. അങ്ങനെ വരുമ്പോൾ മാർപ്പാപ്പ കല്യാണം കഴിച്ചാണോ എന്നൊക്കെ ചോദ്യം വരും. കല്യാണമൊക്കെ ഒരു അളവിൽ അങ്ങ് കഴിച്ചു എന്ന് കൂട്ടിയാൽ മതി. ഇത് ഞാൻ പറയുന്നതല്ല, തിരുസഭ ചരിത്രത്തിൽ CVR കൂടപ്പുഴ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പല കൂടപ്പുഴകളും പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ റോയിട്ടേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. PTA റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അമേരിക്കൻ ചാരസംഘടനയൊക്കെ അത് സമ്മതിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് അത് ഒരു കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിച്ചതേ ഉള്ളൂ. അതല്ലാതെ ഇപ്പോൾ അവരുടെ ഇടയിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ അവരുടെ ഇടയിൽ കന്യാസ്ത്രീകളുണ്ട്, അത് വേറെ കാര്യം. അതല്ലാതെ പൗരോഹിത്യ ശ്രേണിയിൽ സ്ത്രീകൾ അങ്ങനെ നമ്മൾ കാണുന്നില്ല. എന്നാൽ പെന്തിക്കോസുകാരുടെ ഇടയിൽ ഒരു കൂട്ടമുണ്ട്. ആ ഒരു കൂട്ടത്തിൻ്റെ നടുവിൽ പാസ്റ്റർമാരുണ്ട്, അപ്പസ്തോലുണ്ട്, പ്രവാചകിയുണ്ട്, അതുണ്ട്, ഇതുണ്ട്, എല്ലാം ഉണ്ട്. അത് അമേരിക്കയിലെ സ്പ്രിംഗ്ഫീൽഡിൽ നിന്ന് ആരംഭിച്ച ഗ്രൂപ്പാണ്. അത്രയും പറയുന്നുള്ളൂ, ബാക്കി പറയുന്നില്ല. അത് അമേരിക്കയിലെ സ്പ്രിംഗ്ഫീൽഡിൽ നിന്ന് ആരംഭിച്ച ഗ്രൂപ്പിൻ്റെ ഇടയിലാണ് റെവറൻഡ് പാസ്റ്റർ. ഇവിടെ ബാംഗ്ലൂരൊക്കെ ഉണ്ട്. ഇവിടെ വലിയൊരു അച്ചായുടെ സഭയുണ്ട്. ആ അച്ചായുടെ ഇംഗ്ലീഷ് മോനുണ്ട്. ഇംഗ്ലീഷ് മോൻ്റെ ഭാര്യ റെവറൻഡ് പാസ്റ്ററാണ്. പുള്ളിക്കാരി റെവറൻഡ് പാസ്റ്ററാണ്. അതുപോലെ ഇവിടുത്തെ അവരുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്നയാൾ 10,000 പേരുള്ള സഭയാണ്. ആ സഭയിലെ പാസ്റ്ററിൻ്റെ പുള്ളിക്കാരൻ്റെ ഭാര്യ റെവറൻഡ് പാസ്റ്റർ ഇന്നാരാണ്. അതുപോലെ അവരുടെ ചർച്ചിൽ അസോസിയേറ്റ് പാസ്റ്റേഴ്സായിട്ട് ഒത്തിരി സ്ത്രീകളുണ്ട്. പാസ്റ്ററുടെ ശുശ്രൂഷ തന്നെ അവർ ഹോളി കമ്മ്യൂണിയനും എല്ലാ കമ്മ്യൂണിയനും നടത്തുന്ന എൻ്റെ ഒരു കേട്ടുകേഴ്വി അത്ര തന്നെ. ഞാൻ പോയി അവരുടെ സഭയിൽ കണ്ടിട്ടൊന്നുമില്ല. ആളുകൾ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. കാരണം പാസ്റ്ററൽ മിനിസ്ട്രിക്ക് വേണ്ടി ഓർഡൈൻ ചെയ്തിരിക്കുകയാണെങ്കിൽ പിന്നെ എല്ലാ ശുശ്രൂഷയും ചെയ്യുമല്ലോ. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു രീതി. അപ്പോൾ അതൊക്കെ ആ ഒരു കൂട്ടരുടെ ഇടയിൽ മാത്രമേ ഉള്ളൂ. വേറെ കൂട്ടരുടെ ഇടയിലൊന്നും ഇതുവരെ വന്നിട്ടില്ല. വരുമായിരിക്കും. കർത്താവ് വരാൻ ഇച്ചിരി താമസിച്ചാൽ എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ ഈ മത്തായി 24 പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. മത്തായി 24 പറയുന്ന ഒരു വാക്യമുണ്ട്, അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുമെന്ന്. അപ്പോൾ അധർമ്മമൊക്കെ പെരുകണം. അധർമ്മം എന്ന് പറഞ്ഞാൽ അധർമ്മം എന്നുള്ളതിന് അവിടെ ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് അനോമസ് എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം പ്രമാണരഹിതം എന്നാണ്, അഥവാ ലോലെസ് എന്നുള്ളതാണ് ആ വാക്കിൻ്റെ അർത്ഥമായിട്ട് പരിഗണിക്കുന്നത്. കർത്താവ് വരാൻ താമസിച്ചാൽ മുൻപോട്ട് പോകും തോറും ഈ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരിക്കും. പാട്ടും പ്രാർത്ഥനയും പരിപാടികളൊക്കെ കാണും. പക്ഷേ പല കാര്യത്തിലും നമ്മൾ പ്രമാണത്തിൽ നിന്ന് അകന്നു പോകും. അങ്ങനെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഓർഡറിലല്ല പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു പോയത്. മെസ്സേജ് ഭയങ്കര സിമ്പിളായിപ്പോയി. വളരെ ശാന്തമായ നിലയിൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ്. നിങ്ങളെപ്പോലെയുള്ള കനപ്പെട്ട ആളുകളോട് പറയേണ്ട ഒരു മെസ്സേജ് അല്ലാതെ പോയത്. വളരെ ലളിതമായിപ്പോയി. കനപ്പെട്ട കാര്യങ്ങൾക്കാണ് നിങ്ങളിന്ന് സമയം ചെലവഴിച്ചതെന്ന് എനിക്കറിയാം. എന്തായാലും ഞാനത് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കർത്താവ് വരാൻ താമസിച്ചാൽ ആ കാര്യങ്ങളൊക്കെ വീണ്ടും അടുത്ത ആഴ്ചയിൽ പുറത്തെടുക്കാം. നവീനും ഞാനും കൂടെ ഇങ്ങനെ സജ്ജമായിട്ടിരുന്നതാണ് ചില വീഡിയോസൊക്കെ കാണിച്ച് ഇന്ന് രണ്ടാലൊന്നും നടക്കും എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷേ ആ സാഹസത്തിലേക്കൊന്നും ഇന്ന് കടക്കുന്നില്ല. നവീനെ ഞാൻ കഷ്ടപ്പെടുത്തുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ സഹോദരങ്ങളെ, ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെ ഒരു ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. ഗൗരവം CSI ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ബിഷപ്പ് നമ്മുടെ ഇടയിലുള്ള ഒരു ചർച്ചിൽ വന്ന് സംസാരിച്ചതിനോടുള്ള ബന്ധത്തിലാണ് ഞാൻ ഇത്രയും ഇങ്ങനെ പരത്തി പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ആ സമൂഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരു സമയത്ത് അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. വിലമതിക്കാനാവാത്ത കാര്യങ്ങളാണ്. അതിൽ നമ്മളെല്ലാം നന്ദിയുള്ളവരാണ്. പക്ഷേ ഇന്ന് അവരൊന്നും ഈ ട്രാക്കിലെങ്ങും അല്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. അതാണ് ഇത്രയും നേരം സൂചിപ്പിച്ചത്. ലെസ്ബിയൻ കല്യാണങ്ങൾ നടത്തുന്നു. ഈ അത്തരം ഗ്രൂപ്പുണ്ടല്ലോ, ആ ഗ്രൂപ്പ് അവരുടെ ലണ്ടൻ പട്ടണത്തിലൂടെയുള്ള ഒരു വലിയ പരേഡ്, അത് വല്ലാത്ത കോലത്തിലാണ് അതുങ്ങളെല്ലാം പോകുന്നത്. അപ്പോൾ അങ്ങനെ പരേഡ് നടത്തിപ്പോവാണ്. അത് ലോകമെമ്പാടും കാണാം നമുക്ക്, ലോകത്തിലെ പല രാജ്യങ്ങളിലും. അത് ഏറ്റവും ഭീവത്സമായിട്ട് ഞാൻ കണ്ടത് ടെൽ അവീവിലാണ്.
ഇസ്രായേലിലെ ടെലവീവിലാണ്. അതിനെ എന്ത് പട്ടണം എന്ന് വിളിക്കാം? അതിനെ ഒരു സോദോം ഗോമോറ എന്ന് വിളിക്കാം. ടെലവീവ് എന്ന് പറഞ്ഞാൽ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് അസൽ സോദോം ഗോമോറയാണ്. സോദോം ഗോമോറ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കോപം ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ്. യെരുശലേം എന്ന് പറയുന്ന ഉലയിൽ 1948 പതിയെ തീ പിടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വിറകൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലെന്ന് മാത്രം. വിറകിട്ട് കൊടുക്കാനുള്ള സമയം വരുന്നു. ദൈവസഭ ഇവിടെ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് തുരുതുരാ ദൂതന്മാർ വിറകിടും, പിന്നെ അങ്ങ് കത്തിക്കും. പിന്നെ ടെലവീവും അവൻ്റെ എല്ലാ അവീവും അവൻ്റെ മ്യൂസിക് നൈറ്റും എല്ലാം തീക്കുണ്ടത്തിലേക്ക് കയറാൻ പോവല്ലേ. സകല യഹൂദന്മാരും അവൻ്റെ ആണും പെണ്ണും ഒക്കെ തോന്നിവാസക്കാരെല്ലാം എല്ലാത്തിനെയും പിടിച്ച് തീക്കകത്തിടും. അയ്യോ, അന്ന് കരയുന്ന കരച്ചിലും അന്ന് ഓടുന്ന ഓട്ടവും നെട്ടോട്ടം, അത് വല്ലാത്ത ഓട്ടമായിരിക്കും. പാറ പിളർപ്പുകളിലേക്കൊക്കെ ആയിരിക്കും ഓടിക്കയറുന്നത്. എൻ്റെ ദൈവമേ, ഈ മലകൾ ഞങ്ങളെ ഒന്ന് മറച്ചിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ തീക്കുണ്ടുമല്ലേ. യെരുശലേം എന്ന് പറയുന്ന ഉലയങ്ങ് കത്തി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ യഹൂദന് നിൽക്കാൻ പറ്റുമോ? അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ? അതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ലണ്ടൻ പട്ടണത്തിലൂടെയുള്ള ഇങ്ങനത്തെ പരേഡൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആംഗ്ലിക്കൻ ബിഷപ്പുമാരാണ്, അവരുടെ സ്ത്രീ ബിഷപ്പുമാരും പുരുഷ ബിഷപ്പുമാരൊക്കെയാണ് മുൻനിരയിൽ ചെണ്ട കൊട്ടി ഇങ്ങനെ പോകുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമൂഹത്തിൻ്റെ അധപ്പതനം എത്രത്തോളമെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഒരു കൊച്ചു സോദോം ഗൊമോറ എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. നോഹയുടെ കാലം പോലെ ഒരു കാലമായെന്നാണ് ഞാൻ പറയുന്നത്. ലോത്തിൻ്റെ കാലം പോലെ ഒരു കാലമായെന്നാണ് പറയുന്നത്. കേൾക്കാൻ ചെവിയുള്ളോ കേൾക്കുക. കഴിഞ്ഞ നാളുകളിൽ ആ സമൂഹം ചെയ്തിട്ടുണ്ടെന്നേ, അത് മറന്നിട്ടൊന്നും അല്ല വർത്തമാനം പറയുന്നത്. ഇപ്പോൾ എല്ലാം നമുക്ക് പ്രസംഗത്തിൽ പറഞ്ഞു കൊണ്ടുവരാൻ പറ്റുമോ? പറ്റത്തില്ല. അത് ഹൃദയത്തിലുണ്ട്. ഇങ്ങനൊരു പുസ്തകം നമുക്ക് കിട്ടാൻ പാകത്തിന് ആ കാലഘട്ടത്തിൽ അവർ ഉത്സാഹിച്ചിരുന്നു. പക്ഷെ ആ കാലം കഴിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം സജീവമായൊരു കാലം വരികയാണ്. പെന്തക്കോസ്ത് മൂവ്മെൻ്റ് ആരംഭിക്കുകയാണ്. അങ്ങനെ ദൈവം തൻ്റെ സഭയിൽ ചൈതന്യവത്തായ ഒരു കാര്യപരിപാടി ആരംഭിക്കുമ്പോൾ ഈ പറയുന്ന ആ വെളിപ്പാടുകളിലും കാര്യങ്ങളിലുമൊക്കെ നിന്ന മനുഷ്യർ, അവരൊക്കെ കൂടുതൽ വെളിപ്പാടുകൾ വെളിപ്പെട്ടപ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വെളിപ്പെട്ട് വന്നപ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണം, വിശ്വാസ ജീവിതം, രക്ഷിച്ചവനോട് ചേരുവാൻ സ്നാനമേൽക്കുക എന്ന കാര്യങ്ങളും അതിൻ്റെ ആഴങ്ങളും, ആത്മസ്നാനവും അതിൻ്റെ ആഴങ്ങളും, ജയജീവിതത്തെക്കുറിച്ച്, വിശ്വാസ ജീവിതത്തെക്കുറിച്ച്, വിശുദ്ധ ജീവിതത്തെക്കുറിച്ചൊക്കെയുള്ള ആഴമേറിയ പഠനങ്ങൾ വെളിപ്പെടുകയാണ് പെന്തക്കോസ്ത് മൂവ്മെൻ്റ് ആരംഭിച്ചതിന് ശേഷം. ദൈവസഭയെക്കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാടുകളാണ് ദർശിക്കപ്പെടുന്നത് പിന്നീട്, ആഴമേറിയ വെളിപ്പാടുകൾ. അപ്പോൾ ആ വെളിപ്പാടുകളൊക്കെ പ്രാപിക്കാൻ പാകത്തിന് ഇതര സമൂഹങ്ങളിലുള്ള ആളുകൾ ഇതിലേക്ക് വരേണ്ടതുണ്ട്. പിന്നെ ഈ മനുഷ്യരൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടിയല്ലേ. അവരെല്ലാം സത്യമറിഞ്ഞ് സത്യത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി അവരുടെ നിത്യത ഉറപ്പിക്കപ്പെടേണ്ടതുണ്ട്. ഈ ജനമെല്ലാം അല്ലാതെ നമ്മളേതെങ്കിലും ചങ്കക്കാരെയോ സഭക്കാരെയോ ഒന്നും ആക്രമിക്കുന്നവരല്ലല്ലോ, വാക്കുകൾ കൊണ്ടൊന്നും ആക്രമിക്കുന്നതല്ല ഇതൊന്നും. ഈ ജനമെല്ലാം സത്യത്തിലേക്ക് വരണം. ആ ബിഷപ്പും വരണം. ആ ബിഷപ്പും വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിക്കണം. അദ്ദേഹം പ്രാപിച്ചത് എന്താ? അദ്ദേഹത്തിൻ്റെ അമ്മയപ്പന്മാർ ഒരു കപ്പ് വെള്ളം തലയിൽ തളിച്ച് അദ്ദേഹത്തെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു, അല്ലെ അവരുടെ മതഭക്തിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതല്ലാതെ വിശ്വാസത്താലുള്ള നീതീകരണം എപ്പോഴാണ് പ്രാപിക്കുന്നത്? വിശ്വാസത്താലുള്ള നീതീകരണം അങ്ങനെ ഒരു രീതി എങ്ങനെ പഠിപ്പിക്കും? വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിക്കണമെങ്കിൽ അതിന് ഒരു വ്യക്തിക്ക് ബോധ്യം വരേണ്ട ഒരു കാലവും പ്രായവും ഒക്കെ ഉണ്ട്. ഇപ്പം നമ്മുടെ നവീൻ്റെ കയ്യിൽ ഒരു കൊച്ചിരിപ്പുണ്ട്. അതിന് വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറഞ്ഞാൽ അത് പല്ലിളിച്ച് കാണിക്കും, അത്ര തന്നെ. അതിനെന്ത് മനസ്സിലാക്കാനാ? അതിനൊന്നും മനസ്സിലാവില്ല. പക്ഷെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറഞ്ഞാൽ അതെന്താ? കാര്യങ്ങളെ തിരിച്ചറിയുവാനുള്ള പ്രായപൂർത്തിയായി എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷണം. അങ്ങനെ കാര്യങ്ങളെ തിരിച്ചറിയുവാനുള്ള പ്രായപൂർത്തി എപ്പോഴാകുന്നോ അവിടെ മുതലാണ് സുവിശേഷം കേൾക്കുമ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണത്തിനുള്ള വാഞ്ച ഉള്ളിൽ വരുന്നത്, അല്ലേ? ഒരു ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള വാഞ്ച ഉള്ളിൽ വരാൻ കേൾവിക്ക് സജ്ജമായൊരു പ്രായം വരണം. അപ്പോൾ അതിനു മുമ്പോ വല്ലതൊക്കെ സംഭവിച്ചാലോ? എന്ത് സംഭവിക്കാൻ? എന്താ ഈ സംഭവിക്കാമെന്ന് ഉദ്ദേശിച്ചേ? മരണം വരുമെന്നാ. ആയിക്കോട്ടെ, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാലും ആ കുഞ്ഞുങ്ങളൊക്കെ ദൈവസന്നിധിയിൽ വിശ്രമിക്കും, അല്ലേ? അവർ കിരീടങ്ങളും പ്രതിഫലങ്ങളൊക്കെ പ്രാപിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും നമുക്കിന്ന് ഉത്തരം പറയാനില്ല. പക്ഷെ ആ കുഞ്ഞുങ്ങളെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ട്. അറിയായ്മയുടെ കാലങ്ങളിൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന ആ കുഞ്ഞുങ്ങൾ, പാപബോധം ഉളവാകാതെ മാറ്റപ്പെടുന്ന കുഞ്ഞുങ്ങൾ, അവർ ദൈവം ഒരുക്കുന്ന വിശ്രമത്തിലേക്ക് തന്നെ പോകും. അവരാരും ആയിക്കൊള്ളട്ടെ. അവരെ സംബന്ധിച്ച് അവർക്ക് ഇടം കൈയും വലം കൈയും അറിയില്ല.
അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ, അതാ പറഞ്ഞ അവർ ആരും ആയിക്കൊള്ളട്ടെ, എക്സ് ഓർ വൈ ആരും ആയിക്കൊള്ളട്ടെ, അവർ മരിച്ചു കഴിഞ്ഞാൽ അവരവരുടേതായ സ്വസ്ഥതയിലേക്ക് കടന്നു പോകും. അതോർത്ത് നിങ്ങൾ ബേജാറാകണ്ട. അതോർത്തൊന്നും ആരും ചഞ്ചലിക്കുകയോ സങ്കടപ്പെടുകയോ ഒന്നും വേണ്ട. സങ്കടപ്പെടേണ്ടത് പാപബോധ ഉളവായി ഭേദാഭേദങ്ങളെ തിരിച്ചറിയാൻ പ്രായപൂർത്തിയായവൻ സുവിശേഷം കേൾക്കാതെയോ അല്ലെങ്കിൽ കേട്ട സുവിശേഷത്തെ അംഗീകരിക്കുകയോ ഏറ്റെടുക്കുകയോ കൈക്കൊള്ളുകയോ ചെയ്യാതെ തോന്നിയതുപോലെ ജീവിച്ചിട്ട് പണ്ടത്തെ ഒരു കപ്പ് വെള്ളം തലയിൽ വീണ ഓർമ്മയൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് നടന്നാൽ കഷ്ടകാലമായിരിക്കും കേട്ടോ. ഓർത്തോ, അന്ന് വെള്ളം സ്പ്രിങ്കിൾ ചെയ്തല്ലോ കത്തനാര്, അങ്ങനെ സ്പ്രിങ്കിൾ ചെയ്താലൊന്നും കാര്യം നടക്കില്ലെന്നേ. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് എന്താ, ഈ ബിഷപ്പിനോടുള്ള ബന്ധത്തിൽ അദ്ദേഹം സ്പ്രിങ്കിളിങ്ങിന് വിധേയനായ ആളല്ലേ, വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിച്ച ആളാണോ? വേണമെങ്കിൽ ഒരു ക്ലെയിമിന് പറയാം, പിന്നീട് പുള്ളി ബൈബിൾ വായിച്ചപ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് കണ്ടു, അങ്ങനെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടെന്ന്. അത് കൊള്ളാം. അതെങ്ങനെ ശരിയാവും? അദ്ദേഹം ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിൻ്റെ തത്വം അതല്ലല്ലോ. മാമോദീസായാൽ വീണ്ടും ജനനാനുഭവത്തിലേക്ക് വരാമെന്നല്ലേ അവർ പഠിപ്പിക്കുന്നത്. വിശ്വാസത്താൽ നീതീകരിക്കുക എന്നുള്ളതല്ലല്ലോ മാമോദീസായാൽ. അപ്പോൾ എങ്ങനെയാ വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ളതിന് അവർ കുറച്ചുകൂടെ ഒരു വ്യാഖ്യാനം കൊടുക്കുന്നത്? അത് തലത്തൊട്ടപ്പനും തലത്തൊട്ടമ്മയും അവിടെ നിൽപ്പുണ്ടല്ലോ, അവർക്ക് വിശ്വാസം ഉണ്ടായാൽ പോരെ. എന്ത് വിശ്വാസം? അവർക്ക് പലതരം വിശ്വാസങ്ങളുണ്ടായിരിക്കും. അവരിതൊക്കെ കഴിഞ്ഞിട്ട് മാമോദീസയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഈ വലിപ്പൻ ആൾ മോശക്കാരനൊന്നുമല്ല, പുള്ളിക്കാരനെ അതിൻ്റെ കഴുത്തിങ്ങനെ പിരിച്ച് പറിക്കും. ഏതിൻ്റെ? കുപ്പിയുടെ കഴുത്തിങ്ങനെ പിരിച്ചിട്ട് ഇത്രയും നേരം ഇവിടെ നിന്നതല്ലേ, ഈ വിശ്വാസമൊക്കെ ഏറ്റുപറഞ്ഞ് തളർന്നുപോയി. പിന്നെ ഒരു ഇച്ചിരി വെള്ളവും കൂടി അതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഈ തലത്തൊട്ടപ്പൻ, അതാണ് തലത്തൊട്ടപ്പൻ. പല സ്ഥലങ്ങളിലുമുള്ള തലത്തൊട്ടപ്പന്മാർ ഈ ടൈപ്പാണ്. എല്ലാവരും അങ്ങനെയല്ല കേട്ടോ, എല്ലാവരെയും അങ്ങനെ നമുക്ക് പരിഗണിക്കാൻ കഴിയില്ല. പലതരം തലത്തൊട്ടപ്പന്മാരുണ്ട്, അതിൽ ഒരു തരമാണ് ഞാനീ പറഞ്ഞത്. അതുകൊണ്ടൊന്നും വിശ്വാസത്താലുള്ള നീതീകരണമല്ലെന്നീ. തലത്തൊട്ടപ്പനൊന്നും പറയുന്നൊന്നും അവിടെ അതിനൊന്നും വിലപ്പോവില്ല, അതിനൊന്നും ഇതിനകത്ത് വകുപ്പില്ല. അതൊക്കെ നിങ്ങൾക്ക് അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വാശിക്കോ നിങ്ങളുടേതായ രീതിയിലൊക്കെ പറഞ്ഞു കൊണ്ടുവരാമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും സാധൂകരണമില്ല. ദൈവസന്നിധിയിൽ അതിനൊന്നൊരു വിലയില്ല. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം എന്താ? നമ്മുടെ ബോധ്യങ്ങളാണ് ഈ പറയുന്നത്, ബോധ്യങ്ങളാണ് വിശ്വാസത്താലുള്ള നീതീകരണം. അങ്ങനെ നീതീകരണം പ്രാപിച്ച് വിശ്വാസ സ്നാനത്തിനിറങ്ങി തിരിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിച്ച് കർത്താവ് വേലയ്ക്ക് വിളിക്കണം. അങ്ങനെ വേലയ്ക്ക് വിളിച്ചവർ മാത്രമാണ് അഭിഷിക്തന്മാർ നിരന്നിരിക്കുന്ന സ്ഥാനത്ത് എഴുന്നേറ്റ് നിന്ന് വിശുദ്ധ തിരുവഴുത്തിൽ നിന്ന് സംസാരിക്കാൻ പറ്റും. അപ്പോൾ വേറെ കൂട്ടങ്ങളിലൊക്കെ അവർ ബൈബിൾ വെച്ചല്ലേ പ്രസംഗിക്കുന്നതെന്ന് വെച്ചാൽ അതിനെന്താ കുഴപ്പം? അത് കൊള്ളാം. അവർ വേറെ കൂട്ടങ്ങളിൽ ബൈബിൾ വെച്ചിട്ടോ എന്തു വെച്ചിട്ട് വേണേലും പ്രസംഗിച്ചു കൊള്ളട്ടെ. നമ്മളെ സംബന്ധിച്ച് കാര്യങ്ങൾ തെളിഞ്ഞു കിട്ടിയ മനുഷ്യരാണ്, തെളിഞ്ഞ് കിട്ടിയവരാണ്. അപ്പം നമുക്ക് കാര്യങ്ങളിങ്ങനെ തെളിഞ്ഞ് കിട്ടിയ മനുഷ്യരാണ്. സമ്പൂർണ്ണമായി കിട്ടിയെന്നല്ല കേട്ടോ, അങ്ങനത്തെ ക്ലെയിമൊന്നും അല്ല. ഒരളവിൽ നമുക്ക് കാര്യങ്ങളെ തുറന്നു കിട്ടിയവരാണ്, തെളിഞ്ഞു കിട്ടിയവരാണ്. അങ്ങനെയുള്ള നമ്മൾ നിരന്നിരിക്കുന്ന ആ സദസ്സിൽ കാര്യങ്ങളെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാതെ, അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഗ്രഹിക്കാതെ, ആ തത്വങ്ങളെ ബഹുമാനിക്കാതെ, അതിലേക്ക് ചൂടുവെക്കാത്തൊരു വ്യക്തിയെ വിളിച്ചു നിർത്തി പ്രസംഗിച്ചോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ, കാര്യങ്ങൾ പറഞ്ഞോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്യായമല്ലെന്നാണ് ചോദ്യം. അത് ശരിക്കും അന്യായമാണ് സഹോദരങ്ങളെ. ആ ശുശ്രൂഷകന്മാർ ഒരുമിച്ച് ബിഷപ്പിനെ വിളിച്ചു നിർത്തി ഈ കാര്യങ്ങളെ പറഞ്ഞപ്പോൾ അത് തികച്ചും അന്യായമായിപ്പോയി. അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച മുതൽ പറഞ്ഞുകൊണ്ടുവന്നത്. ഇതിനിടയിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അതായത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിന്നും 6-ാം അധ്യായത്തിൽ നിന്നും. അതിൽ 3-ാം അധ്യായത്തിൽ നിന്ന് പറഞ്ഞ കാര്യം വീണ്ടും ജനനത്തോടുള്ള ബന്ധത്തിലാണ്. വീണ്ടും ജനനത്തോടുള്ള ബന്ധത്തിൽ അതിൽ വലിയ അന്തരമാണ് എപ്പിസ്കോപ്പൽ സഭകളും നമ്മൾ പറയുന്ന ആശയവുമായിട്ട്. അവർ മാമോദീസായിലുള്ള വീണ്ടും ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ദൈവവചനത്താലുള്ള വീണ്ടും ജനനമാണ്. വചനമാകുന്ന വിത്ത് ഒരുവൻ്റെ ഉള്ളിൽ വന്ന് അവൻ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിക്കുന്ന കാര്യം ഞാൻ ചെറിയൊരളവിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞ് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വലിയ തെറ്റിദ്ധാരണാജനകമായ ഒത്തിരി കാര്യങ്ങൾ 6-ാം അധ്യായത്തിലുണ്ട്. 6-ാം അധ്യായം ഒരു അലങ്കാര ഭാഷയിൽ മെറ്റഫോറിക്കലായിട്ട് എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങളെ അക്ഷരികമായി എടുത്തുകൊണ്ട് നിങ്ങൾ എൻ്റെ മാംസം ഭക്ഷിക്കുകയും നിങ്ങൾ എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുക എന്ന കാര്യത്തിനൊക്കെ
അങ്ങനെ തന്നെ വില കൽപ്പിച്ചുകൊണ്ട് അതിനെ കുർബാന എന്ന നിലയിൽ, ബലി എന്നുള്ള നിലയിൽ കൊണ്ടാടുന്നു എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ ചില ചോദ്യങ്ങളും ചില സംശയങ്ങളും ഒക്കെ ചെറിയ തോതിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ആ വന്ന കാര്യങ്ങളെന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. കൂടുതൽ വിശദീകരണമൊന്നും തന്നില്ലെങ്കിലും അത്യാവശ്യം അന്വേഷിച്ച് കണ്ടെത്താവുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അത്യാവശ്യ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താവുന്ന കാര്യങ്ങളാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായവും 13-ാം അധ്യായമൊക്കെ ചേർത്ത് വെച്ച് നിർത്തി. 13-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ മേശയെക്കുറിച്ച് പറയുന്നുണ്ട്. അതേസമയം 6-ാം അധ്യായത്തിൽ അവിടെ കർത്താവ് കഫർന്നഹൂമിൽ വെച്ച് ഈ കാര്യങ്ങൾ, നിങ്ങൾ എൻ്റെ മാംസം ഭക്ഷിക്കുകയും നിങ്ങൾ എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്ന ആ കാര്യങ്ങൾ അവിടെ വെച്ച് പറയുകയാണ്. അത് ഈ ഹോളി കമ്മ്യൂണിയനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിനെ കുർബാന എന്നുള്ളൊരു നിലയിലേക്ക് പരിണമിപ്പിച്ച് കൊണ്ടുപോകാനായിട്ടൊന്നും ബൈബിൾ പഠിപ്പിക്കുന്നില്ല. അതായത് അങ്ങനെ ഒരു ബലി അർപ്പിക്കാനായിട്ട് ബൈബിൾ പറയുന്നില്ല. ബൈബിളിൽ പറയുന്ന ബലികളുണ്ട്, ആ ബലികൾ ഒട്ട് അർപ്പിക്കുന്നുമില്ല, പറയാത്ത ബലിയാണ് അർപ്പിക്കുന്നത്. അതായത് ഈ ബലിയിൽ യേശുക്രിസ്തുവിനെ തന്നെയാണ് ബലിയാക്കുന്നത്, അല്ലാതെ വേറെ ആരെയല്ല ബലിയാക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ ഈ പറയപ്പെട്ട കുർബാനയിൽ ഒരു ബലിവസ്തു എന്ന നിലയിൽ ബലി അർപ്പിക്കുകയാണ്. ഞാൻ കുറേ കാര്യങ്ങൾ കാത്തലിക് ചർച്ചിൻ്റെ മതബോധന ഗ്രന്ഥത്തിൽ നിന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നു. നോട്ട് ചെയ്തല്ല, ഈ ഫോണിനകത്തായിപ്പോയി. അതിൽ നിന്ന് ഇപ്പോൾ തുറന്നെടുക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. അതൊരു മറ്റൊരു സംവിധാനത്തിലേക്ക് ഫോർവേഡ് ചെയ്തിട്ട് നോക്കി വായിച്ച് ചിലത് കേൾപ്പിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ദൈവം അനുവദിച്ച പിന്നീട് ചെയ്യാം. അപ്പം മതബോധന ഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം അനുസരിച്ച് ഈ ബലിയിൽ സന്നിധനാകുന്നത് ക്രിസ്തു തന്നെയാണ്. ക്രിസ്തുവിനെ തന്നെയാണ് ബലിയായി അർപ്പിക്കുന്നത്. അതായത് പാപങ്ങളുടെ മോചനത്തോടുള്ള ബന്ധത്തിൽ തന്നെയാണ്, പാപമോചനത്തോടുള്ള ബന്ധത്തിൽ തന്നെയാണ്. കുർബാന കൈക്കൊള്ളുന്നതും അതൊക്കെ അതുമായി ബന്ധപ്പെട്ടാണല്ലോ കിടക്കുന്നത്. എന്നാൽ റോമാലേഖനം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ശരീരത്തിൻ്റെ യാഗത്തെക്കുറിച്ച്, ശരീരയാഗത്തെക്കുറിച്ച്, ശരീരത്തെ ഒരു ബലി എന്ന നിലയിൽ സമർപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച്. പിന്നീട് സ്തോത്രയാഗത്തെക്കുറിച്ച് കാണുന്നുണ്ട്, അധരബലം എന്ന സ്തോത്രയാഗം. അതുപോലെ നന്മ കാണിക്കുക, നന്മ ചെയ്യുക എന്ന് പറയുന്ന ഒരു യാഗം, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് അതൊരു യാഗം എന്നുള്ള നിലയിൽ പറയുന്നുണ്ട്. പിന്നീട് വിശ്വാസം എന്ന യാഗത്തെക്കുറിച്ച് ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. ഇങ്ങനെ പലതരം യാഗങ്ങളെക്കുറിച്ച് കാണുന്നുണ്ട്. ഇതൊക്കെ വിശുദ്ധന്മാർ അനുഷ്ഠിച്ചു പോകേണ്ട കാര്യങ്ങളാണ്. അതേസമയം പറയാത്തൊരു ബലിയാണ് കോടാനുകോടി ജനങ്ങൾ ലോകം മുഴുവനും വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോടാനുകോടി ജനങ്ങളല്ലേ ചെയ്യുന്നത്. കർത്താവ് തൻ്റെ ക്രൂശുമരണത്തോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ കർത്താവ് ആ അന്ത്യാത്താഴത്തോടുള്ള ബന്ധത്തിൽ മർക്കോസിൻ്റെ മാളികമുറിയിൽ ഈ ശിഷ്യന്മാരെ എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് അവരോട് സംസാരിച്ചു പോകുന്നൊരു ഭാഗമുണ്ട്. അവിടെ പറയുന്നത്, ഇത് വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്ന എൻ്റെ ശരീരം എന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്ന എൻ്റെ ശരീരം എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇത് വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് ഭക്ഷിക്കുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്നാണ് പറയുന്നത്. ഇത് കർത്താവിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക, അല്ലെങ്കിൽ ഓർമ്മയ്ക്കായി കുടിക്കുക. അപ്പോൾ എന്താ ഓർമ്മിക്കുന്നത്? കർത്താവിൻ്റെ ക്രൂശുമരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സ്മരിക്കുന്നത്. ക്രൂശുമരണത്തിൽ എന്താ സ്മരിക്കാനുള്ളത്? അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. തിരുവെഴുത്തുകളിൻ പ്രകാരമുള്ള ജനനവും ജീവിതവും മരണവും അടക്കവും ഉയർപ്പും ഒക്കെ എല്ലാം അവിടെ വരികയാണ്. കർത്താവ് യേശുക്രിസ്തു എനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഭൂജാതനായി എൻ്റെ പാപവും ശാപവും വഹിച്ചുകൊണ്ട് അവൻ കാൽവറിയുടെ കൊലമരത്തിലേക്ക് നടന്നു കയറി എനിക്ക് വേണ്ടി അവനൊരു പരമയാഗമായി തീർന്നു. ആ യാഗത്താൽ, തൻ്റെ ശരീരയാഗത്താൽ ചിന്തിയ രക്തത്താൽ എനിക്ക് വിമോചനം വന്നിരിക്കുന്നു. ഇന്ന് ഞാൻ വിശ്വാസത്താൽ നീതീകരണത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വിശ്വാസത്താൽ ആ രക്തം മൂലം എനിക്ക് ശുദ്ധീകരണമുണ്ട്. ഇത് വലിയ ബോധ്യമല്ലേ? ഇത് വലിയ ബോധ്യമാണ്. ഒന്നുകൂടെ നമുക്ക് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലെ ആ വാക്യങ്ങൾ ഒന്നുകൂടി ഒന്ന് നോക്കി ഞാൻ വേഗം അവസാനിപ്പിക്കാം. 10-ാം അധ്യായത്തിൻ്റെ, എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ആദ്യം ഒന്ന് വായിച്ചേ. വേഴ്സ് 12, 12-ാം വാക്യം. യേശു പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നുകൊണ്ട്. യേശുക്രിസ്തു പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട്, ഏകയാഗം എന്ന് എഴുതിയിരിക്കുന്നത്, ഒത്തിരി യാഗങ്ങളൊന്നുമില്ല, ഏകയാഗം കഴിച്ചിട്ടെന്ന്. അത് കഴിഞ്ഞ് അതിൻ്റെ 14-ാമത്തെ വാക്യം, വേഴ്സ് 14. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കും. ഏകയാഗത്താൽ
അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. സൽഗുണപൂർത്തി വരുത്തിയിരിക്കുക. ഇനിയൊരു ബലി അർപ്പിക്കാനല്ല പറയുന്നത്. അതിന് 18-ാം വാക്യം കൂടെ വായിച്ചേ, വേഴ്സ് 18. ഈ 3 വാക്യം നിങ്ങളൊന്ന് മനസ്സിൽ കുറിച്ചു വെച്ചോ, എത്ര ഗൗരവമായ വാക്യങ്ങളാണെന്ന്. എന്നാൽ ഇവയുടെ മോചനം ഉള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. അതായത് ഇവയുടെ മോചനമുള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. ഈ 10-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ ഇതിൻ്റെ ഒരു കോൺടെസ്റ്റ് എന്ന് പറയുന്നത്, പ്രഥമമായി ഇത് യഹൂദന്മാരുമായിട്ടുള്ളൊരു ബന്ധത്തിലാണ് നിൽക്കുന്നത്. കാരണം ഇത് എഴുതുന്ന കാലഘട്ടത്തിൽ യെരൂശലേം ദൈവാലയവും അവിടെ യഹൂദന്മാരും അവിടെ അവർ യാഗാദി കർമാദി പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതിന് സാധുതയുണ്ടോ എന്ന് ചോദിച്ചാൽ, അത് ലീഗലി വാലിഡിറ്റി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെയാണ് ഉത്തരം. പക്ഷേ അവരെ സംബന്ധിച്ച് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന് കരുതി യഹൂദന്മാർക്ക് അവരുടെ യാഗങ്ങൾ നിർത്താൻ പറ്റുമോ? ആലയത്തിലെ തിരശീല മുകൾ തൊട്ട് താഴെ വരെ ചിന്തിപ്പോയി എന്ന് പറഞ്ഞാൽ അതാരാ? പുരോഹിതന്മാരല്ലേ കണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള സാമാന്യ ജനത്തെയൊന്നും വിളിച്ചു വരുത്തിയിട്ട് അവരോടൊന്നും ഈ തിരശീല ചിന്തിപ്പോയി അത് നമുക്ക് കൂട്ടിത്തുന്നണമെന്നൊന്നും അവരോടൊന്നും അല്ല പറഞ്ഞത്. പുരോഹിതന്മാർ തന്നെ കാര്യം മനസ്സിലാക്കി അവരതിന് വേണ്ടുന്നതായ കാര്യം ചെയ്തു. കീറിപ്പോയ തിരശീല അവരെന്ത് ചെയ്തു? ആ ദിവസമോ അടുത്ത ദിവസമോ ഒക്കെ അത് തുന്നിച്ചേർത്ത് കാണും. അത്ര തന്നെ. അവരവരുടെ കാര്യപരിപാടി നടത്തിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ഈ വചനം വെളിപ്പെടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ യെരൂശലേം ദൈവാലയം അവിടെ നിൽക്കുമ്പോൾ ഒരു ആകർഷണമുണ്ട്, അതിലേക്ക് ഒരു പിന്മാറാനുള്ളൊരു ആകർഷണം. അതിനാണത് അവിടെ വെച്ചിരിക്കുന്നത്. പോകുന്നവന് പോകാം, ഗുഡ് ബൈ എന്ന് പറഞ്ഞാണ് അത് അവിടെ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ യെരൂശലേം ദൈവാലയം നേരത്തെ അങ്ങ് കല്ലിന്മേ കല്ല് ശേഷിക്കാതെ തകർത്ത് കളഞ്ഞാൽ പിന്നെ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന ആരെങ്കിലും അങ്ങനത്തെ ടെൻഡൻസി വരുമോ? നല്ല ബോധ്യത്തിൽ വന്നവർക്ക് അങ്ങനത്തെ ടെൻഡൻസി ഒന്നും വരില്ല. ഈ ഭാഗികമായിട്ട് എന്തൊക്കെയോ കേട്ട് ഒരു ആവേശത്തിൽ എടുത്തിയാടി വന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവരെ സംബന്ധിച്ച് കുറച്ച് ഇതിനകത്ത് മുന്നോട്ട് പോയി കഴിയുമ്പോൾ അവരുദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ആരൊക്കെയോ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഓൾട്ടോ ഒക്കെ ഓടിയായിട്ട് മാറുമെന്ന്. ഓൾട്ടോ ആയിട്ട് തന്നെ ഇരിക്കുക. അത് ഓടിയാകുന്നില്ല, ഒന്നും ആകുന്നില്ല. വെറുതെ സ്വപ്നങ്ങളൊക്കെ ഓടി ഒളിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ നിരാശപ്പെട്ട ആളുകൾ, ഓടിക്ക് വേണ്ടി കാത്തിരുന്നവർ, വേറെ പലതിനും വേണ്ടി കാത്തിരുന്നവർ, കാര്യങ്ങൾ നടക്കാതെ വന്നു കഴിയുമ്പോൾ, നമ്മൾ ഇന്നത്തെ ഭാഷയിലാണ് പറയുന്നത്, അന്നത്തേതായ രീതികളും കാര്യങ്ങളും ഒക്കെ കാണുമായിരിക്കാം. അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടും നിരാശപ്പെട്ടും ഒക്കെ പലരും പിന്മാറ്റത്തിൻ്റെ സാഹചര്യത്തിലേക്ക് പോകാം. പിന്നെ വേറെ ആളുകൾ ഇങ്ങനെ ബുദ്ധി ഉപദേശിക്കുമല്ലോ, യെരൂശലേം ദേവാലയം കണ്ടില്ലേ, ഇത് അബ്രഹാമിൻ്റെ ഇസഹാക്കിൻ്റെ യാക്കോബിൻ്റെയും മക്കളായ നമുക്ക്, നമ്മുടെ പിതാക്കന്മാർക്ക് മോശ വഴി കിട്ടിയതാണ്, പിന്നെ ദാവീദ് ഇതാണ് ശലോമോനാണ് പണിതത് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഇങ്ങനെ വർത്തമാനമൊക്കെ പറയുമ്പോൾ ആളുകൾ സെൻറ്റിമെൻ്റലായി പോകും ചിലപ്പോൾ. ശരിയാണല്ലോ, കാര്യങ്ങളൊക്കെ ശരിയാണല്ലോ. നമ്മളെന്തിനാ അതൊക്കെ വിട്ടിട്ട് ഈ ചുമ്മാ കണ്ട വീടുകളിലൊക്കെയല്ലേ കൂടുന്നത്, ഗുഹകളിലും പാറയിടുക്കുകളിലും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലിരുന്ന് എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എന്നുള്ള പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുക. അതേസമയം അവിടെ ചൊല്ലിക്കൊണ്ടിരുന്ന വേറെ രീതിയിലാണ്. അതിനൊക്കെ ചില ഈണങ്ങളും താളങ്ങളും ഒക്കെയുണ്ട്. ആ ഈണത്തിലും താളത്തിലും ഒക്കെയുള്ള പാട്ടൊക്കെ വിട്ട് കളഞ്ഞിട്ട് ഉമ്മ കണ്ട പെണ്ണുങ്ങളുടെയും ആണുങ്ങളുടെയും കൂടെ പോയിരുന്നിട്ട് എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എന്നുള്ള പാട്ട് പാടിക്കഴിഞ്ഞാൽ അതിനകത്തൊരു പുറത്ത് പറയാൻ പാകത്തിനൊരു ഗുമ്മില്ല. ഏതാ മറ്റേ പ്രവാചകൻ പറഞ്ഞ ആ ഗുമ്മല്ല, ഇത് വേറെ സൈസ് ഒരു ഗുമ്മ. ഒരു നാലാളോട് എങ്ങനെയാണ് പറയണേ? എവിടെയാ ഇപ്പോൾ കൂട്ടായ്മ ആരാധന എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ എന്തതിശയമേ ദൈവത്തിന് സ്നേഹം എന്താ പാട്ട് പാടുന്ന കൂട്ടത്തിലാന്നൊക്കെ, അത് എങ്ങനെ പോയി പറയുമോ ആളുകളോട്? ഇത് നോക്കിയേ, അമ്പരചുംബിയായ യെരൂശലേമിലെ ദൈവാലയം, അതിനകം മുഴുവനും വർണ്ണമല്ലേ, വർണ്ണമൊന്നുമല്ല, അസൽ സ്വർണ്ണമല്ലേ അതിനകത്ത് പാനൽ ചെയ്തിരിക്കുന്നത്. ഭയങ്കര നീളമുള്ള താടിയുള്ള മഹാപുരോഹിതൻ ആ വേഷഭൂഷാദികളൊക്കെ ഇട്ടിങ്ങനെ നടന്നു വന്നെ കണ്ടു കഴിഞ്ഞ് എൻ്റെ കർത്താവേ, ആരും ഒന്നോടെ നോക്കിപ്പോവും അല്ലേ? ആ മാർപ്പതക്കങ്ങൾ, അതിലുള്ള രത്നങ്ങൾ, ചുമൽക്കണ്ടങ്ങൾ, തലയിലുള്ള മുടി,
മുടി എന്ന് പറഞ്ഞാൽ ടർബൻ അഥവാ തൊപ്പി, പിന്നെ ആ ഗോൾഡ് പ്ലേറ്റ്, യഹോവയ്ക്ക് വിശുദ്ധൻ എന്നുള്ള ആ പ്ലേറ്റൊക്കെ വെച്ചുകൊണ്ട് പുള്ളി ഇങ്ങനെ മന്ദം ഇങ്ങനെ നടന്നു വരുന്ന ഒരു വരവുണ്ട്. ആരും നോക്കിപ്പോവും അല്ലേ? ഇന്നൊക്കെ പുള്ളി ഇങ്ങനെ അങ്ങ് വരികയായിരുന്നെങ്കിൽ നമ്മുടെ ഈ അച്ചായന്മാരും കൊച്ചമ്മമാരൊക്കെ ചിലപ്പോൾ ആ കൂടെ പോയേനെ. ഇന്ന് അത്രയ്ക്കും ഇന്നുള്ള പല പുള്ളികളും ഉണ്ടെങ്കിലും അവരുടെ ഒന്നും താടി മുടിയൊന്നും അത്ര പോരാ. ഇസ്രായേലിൻ്റെ മഹാപുരോഹിതനൊക്കെ നടന്നു വരിക എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര വരവാണ്. അങ്ങനെ ഇവരൊക്കെ എഴുന്നള്ളത്ത് തെരുവുകളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ വല്ലതും ഇവരെയൊക്കെ വെച്ച് കാണുമ്പോൾ പിന്നെ അവരിങ്ങനെ അത്തിപ്പഴവും മുന്തിരിപ്പഴവും മാതളപ്പഴവും ഒക്കെ ഇങ്ങനെ തിന്ന് കുടിച്ച് തുടുത്തിങ്ങനെ ഇരിക്കുകയല്ലേ. കണ്ടാൽ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ചോരയൊക്കെ ഒഴുകി വരും. അങ്ങനത്തെ മഹാപുരോഹിതന്മാരൊക്കെ ഉള്ള സ്ഥലത്ത് നിന്ന് കണ്ട മീൻപിടുത്തക്കാരും കണ്ട ചുങ്കക്കാരും ഒക്കെ ആയിരുന്ന ആൾക്കാരുടെ കൂടെ പോയിരുന്നിട്ട് ശ്രീ യേശു നാമം അതിശയനാമം, എന്നാ പാട്ടായത്. അതേസമയം അതങ്ങനെയല്ല, അരാമിക് ഭാഷയിൽ. അല്ല, ഈ പാട്ടും അരാമിക്ക് തന്നെ പാടാം, എന്നാലും ആ അരാമിക്കിൻ്റെ ഈണത്തിൽ ആ മറ്റേ പാട്ടുകളുണ്ടല്ലോ, മറ്റേ പാട്ടുകൾ, ആ പാട്ടുകളൊക്കെ അവിടെ ഇങ്ങനെ നിന്ന് പാടുമ്പോൾ പൊങ്ങുന്ന പുകകളുണ്ട്. പുക ധൂപത്തിൻ്റെ പുകയ്ക്കകത്തുകൂടെ ആ ഈണത്തിൽ ആ പാട്ടും ആ ചില വറപ്പീരുകളും ഒക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ നടുവിൽ നിൽക്കുന്ന ആ ഒരു സുഖമൊന്ന് വേറെയാ എന്നിങ്ങനെ പറയുമ്പോൾ ചില ആൾക്കാർ കേൾക്കുമ്പോൾ എന്നാ ശരി പോയേക്കാം എന്ന് പറഞ്ഞു. അവരുടെ കാര്യമാണ് ഈ 10:39 വായിച്ചത്. എന്നാൽ പിന്മാറുന്നുവെങ്കിലോ നാശത്തിലേക്കാണെന്ന്. അപ്പോൾ ഇത് നാശമാണോ? പിന്നെ ഗ്യാരണ്ടി അല്ലേ. ഞാൻ വേറെ ആരുടെയും കാര്യമല്ല കേട്ടോ പറഞ്ഞത്, യഹൂദൻ്റെ കാര്യമാണ് പറഞ്ഞത്. കേസും കൂട്ടമായിട്ട് വരരുത്. AD 30 മുതൽ AD 70 വരെ യെരുശലേം ദേവാലയം അവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അവിടെ യാഗങ്ങളും ധൂപങ്ങളും പരിപാടികളും ഒക്കെയുണ്ട്, പല ദിവസം പെരുന്നാളുകളും കാര്യങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ദൈവ പൈതൽ സത്യമാർഗത്തിലേക്ക് വന്നിട്ട് പിന്മാറി അതിലേക്ക് പോയാൽ 3.25 തരം ഗ്യാരണ്ടിയാണ് പോക്കഴിച്ചെന്ന്. കാരണം യഹൂദ മര്യാദകളിലേക്ക് പിന്തിരിഞ്ഞു പോയാൽ അവൻ രക്ഷയ്ക്ക് വേണ്ടി ഇനി എന്തു ചെയ്യും? യഹൂദന് വേണ്ടി സ്പെഷ്യൽ രക്ഷയല്ലോ ഉണ്ടോ? യഹൂദനാകട്ടെ യവനനാകട്ടെ യേശുക്രിസ്തുവിലൂടെയാണ് രക്ഷ. യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് രക്ഷ. ആ പറഞ്ഞ പീരീഡിലെ പരിശോധനകളിൽ അനേകർ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ഞാൻ എന്താ പറഞ്ഞു വന്നത്, ഈ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലെ ആ 3 വാക്യങ്ങൾ വായിച്ചില്ലേ? യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച പരമയാഗത്താൽ നമുക്ക് ശുദ്ധീകരണം വന്നിരിക്കുന്നു. 18-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. എന്നാൽ ഇവയുടെ മോചനം ഉള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. വിശുദ്ധ തിരുവെഴുത്ത് പറയാണ് ഇനിയൊരു യാഗം വേണ്ടെന്ന്. അപ്പോൾ യഹൂദന്മാർ പിന്നെയും യാഗം നടത്തുകയാണ്. നോക്കണം, AD 30 നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ക്രൂശിക്കപ്പെട്ടു. അപ്പോസ്തലന്മാരെല്ലാം കാത്തിരുന്ന് അവർ പരിശുദ്ധാത്മ ശക്തിയാൽ അവർ മുൻപോട്ട് പോയി. സഭ എന്ന നിലയിൽ അല്ലേ, ഒരു 50 ദിവസം കൂടെ കാത്തിരുന്ന് തിരുസഭ അവിടെ ആരംഭിക്കുകയാണ്. അങ്ങനെ ആരംഭിച്ചു കഴിയുമ്പോൾ കുഞ്ഞുകുട്ടി പരാധീനതകളടക്കം A to Z യഹൂദന്മാരും ദൈവസഭയുടെ ഭാഗമായിക്കൊള്ളണം. അങ്ങനെ നിയമമൊന്നുമില്ല. അങ്ങനെ ആയാൽ നിത്യജീവൻ ഉറപ്പിക്കാം. എല്ലാ യഹൂദനും അബ്രഹാമിൻ്റെ കൊച്ചുമക്കളെന്നൊന്നും പറഞ്ഞ് വീമ്പിളക്കിയിട്ട് കാര്യമില്ല. സകല യഹൂദനും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് അങ്ങനെ ശുദ്ധീകരണം പ്രാപിച്ച് നീതീകരണം പ്രാപിച്ച് ദൈവസഭയുടെ ഭാഗമായി അവർ ക്രൈസ്തവ ജീവിതം നയിക്കണം. യഹൂദ എന്ന് പറയുന്ന സംഭവം ക്യാൻസൽ ചെയ്യും. അങ്ങനെ വന്നാൽ അവർക്ക് കൊള്ളാം. പക്ഷെ വന്നില്ലെന്നുള്ളത് ചരിത്രമാണ്, നമുക്കും അറിയാം. അപ്പോൾ അവരോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. എന്താ പറഞ്ഞത്? അവരോടുള്ള ബന്ധത്തിൽ ഇത്രേ പറഞ്ഞുള്ളൂ. എന്നാൽ ഇവയുടെ മോചനം ഉള്ളിടത്ത് ഇനിമേൽ നിങ്ങൾ പ്രഭാതയാഗവും സന്ധ്യയാഗവും അർപ്പിക്കേണ്ടെന്ന്. രാവിലെ 9 മണിക്കാണല്ലോ പ്രഭാതയാഗം, സന്ധ്യായാഗം ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്. അങ്ങനെ 2 യാഗങ്ങൾ ദിവസേന നടക്കും. അതായത് ഹോമയാഗത്തോടുള്ള ബന്ധത്തിലാണ്. നിരന്തര ഹോമയാഗത്തോടുള്ള ബന്ധത്തിൽ രാവിലെയും വൈകിട്ടും 2 യാഗങ്ങൾ നടക്കും. അതൊന്നും ഇനി വേണ്ട. അതുപോലെ ആണ്ടോടാണ്ടുള്ള പ്രായശ്ചിത്ത ദിനത്തിലുള്ള യാഗങ്ങൾ, അറ്റോൺമെൻറ്റ് ഡേയിലെ യാഗങ്ങൾ, അതൊന്നും ഇനി വേണ്ട. ഇവയുടെ മോചനമുള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി, ഇതെല്ലാം പാപങ്ങൾക്ക് വേണ്ടിയാണല്ലോ, പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗവും വേണ്ട യഹൂദന്മാരെ എന്നാണ് പറയുന്നത്. യഹൂദനും മനസ്സിലായില്ല. 3 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് പിന്നെ വേറെ കുറേ ആൾക്കാർക്ക് മനസ്സിലായില്ല. അവരെല്ലാം ചിന്തിച്ചു നമുക്കൊരു ബലി അങ്ങ് അർപ്പിച്ചേക്കാം, ദൈവം പ്രസാദിക്കുമെന്ന്. അങ്ങനെ ബലി അർപ്പിക്കാൻ വേണ്ടി ഈ ആളുകളെല്ലാം ഒത്തുകൂടുകയാണ്. നേരം വെളുക്കുന്നതിന് മുമ്പ് ഒത്തുകൂടും. ചില സ്ഥലത്തൊക്കെ
രണ്ടും മൂന്നും ബലിയൊക്കെ ഉണ്ട് ചില ദിവസങ്ങളിൽ. അങ്ങനെ ഇങ്ങനെ ബലി അർപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു ഇനിമേൽ ഒരു ബലിയുടെയും ആവശ്യമില്ലെന്ന്. രക്തം ചിന്തിയിട്ടല്ലാതെ വിമോചനമില്ലല്ലോ. രക്തം ചിന്തിക്കഴിഞ്ഞു. യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ അർപ്പിച്ച പരമയാഗത്തിൽ അവിടെ ചിന്തിയ രക്തത്താൽ വിമോചനം വന്നു കഴിഞ്ഞു. ഇനിയൊരു ബലിയുടെ ആവശ്യമില്ല. അപ്പോൾ ഇന്ന് അങ്ങനെ മത്സരിച്ച് ബലി അർപ്പിച്ചതുകൊണ്ട് ദൈവം പ്രസാദിക്കില്ല. ദൈവം പ്രസാദിക്കുന്ന ബലികളുണ്ട്, ആ ബലികൾ അർപ്പിക്കുക. അപ്പം യോഹന്നാൻ 4-ാം അധ്യായത്തിൽ പറയുന്ന പോലെ ഈ കാലഘട്ടത്തിലെ ആരാധനയോടുള്ള ബന്ധത്തിൽ ശമരിയാക്കാരിയോട് നമ്മുടെ കർത്താവ് പറയുന്നുണ്ട് ഈ കാലഘട്ടത്തിലെ ആരാധന ആത്മാവിലും സത്യത്തിലുമാണെന്നുള്ളത്. ഒരു വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. അത് കഴിഞ്ഞു വരുന്ന വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത് ആരാധന ആത്മാവിലും സത്യത്തിലുമാണെന്നുള്ളത്. എന്നാൽ 22-ാം വാക്യത്തിൽ ശമരിയക്കാരി സഹോദരിയോട് യേശു കർത്താവ് പറയുന്ന ആ വാക്യം അതൊന്ന് വായിച്ച് കേൾപ്പിച്ച്. ജോൺ ചാപ്റ്റർ 4:22. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. അതിന് തർക്കമൊന്നുമില്ല. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. യഹൂദ കുലത്തിൽ ജനിച്ച യേശു ക്രിസ്തുവിൻ്റെ തിരുബലിയാലാണ് രക്ഷ വരുന്നത്. തർക്കമില്ല. അതിനു മുമ്പ് പറഞ്ഞ എന്നാ, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ ആരാധിക്കുന്നു. അപ്പോൾ അറിയാത്ത ആരാധനയുണ്ട്, അറിഞ്ഞുള്ള ആരാധനയുണ്ട്. അത് കഴിഞ്ഞ് തൊട്ട് താഴെ 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പിതാവിനെ എങ്ങനെ ആരാധിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. വേഴ്സ് 24. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഇവിടെ ഒരു ഗൗരവമായ സ്റ്റേറ്റ്മെൻ്റാണ് വരുന്നത്. ദൈവം ആത്മാവാകുന്നു. യഹൂദന്മാരെ സംബന്ധിച്ച് അവർക്ക് അറിയാം, പക്ഷേ ഇത് വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. ദൈവം ആത്മാവാകുന്നു. ആ ആത്മാവായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ആരാധനയുടെ ക്രമം മാറുകയാണ്. ആ ക്രമം ശരിക്കും മാളികമുറിയിൽ ആരംഭിക്കുകയല്ലേ. ആത്മാവിലും സത്യത്തിലുള്ള ആരാധനയുടെ ഇടം തന്നെ മാറുകയാണ്. ഏകദേശം 120 പേര് ആ മർക്കോസിൻ്റെ പഴയ കെട്ടിടത്തിൽ ആ അപ്പർ റൂമിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അതേസമയം തൊട്ടപ്പുറം യെരുശലേം ദേവാലയത്തിൽ അവിടെ യാഗാർപ്പണവും ധൂപാർപ്പണവും നടന്നുകൊണ്ടിരിക്കുക. ക്രൂശീകരണത്തിന് ശേഷവും 50 ദിവസം അവിടെ ഇത് നടക്കുന്നുണ്ട്. അത് മുടങ്ങിയിട്ടൊന്നുമില്ല. 50 ദിവസവും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ പറയപ്പെട്ട 50-ാം ദിവസം, അതായത് ആ പെന്തക്കോസ്ത് ദിനത്തിൽ അന്നേ ദിനവും അവിടെ യാഗാർപ്പണവും ധൂപാർപ്പണവും നടക്കുന്നുണ്ട്. അതേസമയം ആരാധന ഈ യെരുശലേം ദേവാലയത്തിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തു. അതിനുള്ള വാക്യമാണ് റോമാലേഖനം 1:10. റോമാലേഖനം 1:10 എങ്ങനെ വായിക്കും? അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. അതായത് ആരാധനയുടെ ഇടം മാറി. ആരാധനയുടെ ഇടം ഇത്രയും നാൾ ആരാധന നടന്ന യെരുശലേം ദേവാലയത്തിലാണ്, അതിൻ്റെ വിശുദ്ധ സ്ഥലത്താണ്. ഇപ്പോൾ ആരാധന ഇവിടെ കൂടിയിരിക്കുന്ന ഈ 120 പേരെയും ദൈവത്തിൻ്റെ മന്ദിരം എന്ന നിലയിൽ അപ്ഗ്രേഡ് ചെയ്യുകയാണ്. എന്നിട്ട് അവരുടെ ആത്മാവായ ദൈവം വസിച്ചുകൊണ്ട് ആത്മാവിലുള്ള ആരാധന ആരംഭിക്കുകയാണ്. സത്യത്തിലും ആത്മാവിലുള്ള ആരാധന മാളികമുറി മുതൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ്. അവിടെ മുതൽ കാഹളം എന്ന് ധ്വനിക്കുന്നു, അവിടം വരെ സത്യാരാധന വെളിപ്പെടുകയാണ്. സത്യാരാധനയല്ല കുർബാന. അങ്ങനെയാണ് ആ സമൂഹങ്ങളിലുള്ള സഹോദരങ്ങൾ പറഞ്ഞു വരുന്നത്. ഞങ്ങളുടെ കുർബാനയാണ് ഈ ആത്മാവിലും സത്യത്തിലുള്ള ആരാധന എന്ന്. കുർബാനയിൽ എന്താ ആത്മാവും സത്യമൊക്കെ എന്താ ഇരിക്കുന്നത്? സത്യം വഴി നീതീകരിക്കപ്പെടണം, അഥവാ സുവിശേഷം വഴി നീതീകരിക്കപ്പെടണം. നീതീകരിക്കപ്പെട്ടവൻ ആത്മാവായ ദൈവത്തെ ആരാധിക്കണം. സത്യത്തിൽ വേരൂന്നി നിൽക്കണം. അതായത് ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ആത്മാവായ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മ സഹായത്താൽ നാം ആത്മാവായ ദൈവത്തെ ആരാധിക്കുകയാണ്. അതല്ലേ പുതിയ നിയമ ആരാധനയുടെ ഗൗരവം എന്ന് പറയുന്നത്. അപ്പോൾ ആരാധനയുടെ ഇടമൊക്കെ മാറിയില്ലേ? ആരാധനയുടെ ഇടം യെരുശലേം ദേവാലയത്തിലല്ല. ഇനി യാഗങ്ങളിലും ധൂപങ്ങളിലും ഒന്നും ദൈവം അങ്ങനെ പ്രസാദിക്കില്ല. ഇനി യാഗവും ധൂപമൊക്കെ ഉണ്ട്, അതിനെല്ലാം ആത്മീയ അർത്ഥങ്ങളാണ്. അപ്പോൾ ശമരിയക്കാരോട് എന്താ പറഞ്ഞത്? നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ആ ഒരു വാക്യം എടുത്തിട്ട് അത് പറയാൻ വേണ്ടി എത്രയും പറഞ്ഞത്. ഇന്നും ആളുകൾ അറിയായ്മയുടെ ആരാധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശമരിയക്കാരിയുടെ കൂട്ട് അറിയായ്മയുടെ ബലികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. തിരുവെഴുത്ത് പറയാണ് ഇനിമേലൊരു ബലി ആവശ്യമില്ല. ഒരു ചെറിയ കീ പോയിൻറ്റും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത്
ബഹുഭൂരിപക്ഷം വരുന്ന എപ്പിസ്കോപ്പൽ സഭകളും അവരുടെ കുർബാനകളോടുള്ള ബന്ധത്തിൽ പറയുന്നത് കുർബാനയിൽ പാപമോചനം ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഓർത്തഡോക്സ് സമൂഹമൊക്കെ അവരുടെ കുർബാനയുടെ മുമ്പ് ചൊല്ലുന്ന ഒരു ഗീതമുണ്ട്. മോചനമതിനായി പാപികളെ വരുവീൻ, യാചിപ്പീൻ, മുട്ടുന്നോർക്കു തുറന്നിടുമേ നാഥൻ തൻവാതിൽ, യാചിക്കുന്നോൻ പ്രാപിക്കും, അന്വേഷിപ്പോൻ കൈ കണ്ടെത്തും. മോചനമതിനായി പാപികളെ വരുവിൻ, മുട്ടുന്നോന് തുറന്നിടും എന്നൊക്കെ പറഞ്ഞ് വളരെ ഈണത്തിൽ ഒരു ഗീതം ചൊല്ലിക്കൊണ്ടാണ് ചുറ്റുപാടുമുള്ള ആളുകളെയെല്ലാം ഈ ബലിയിലേക്ക് അല്ലെങ്കിൽ ഈ കുർബാനയിലേക്ക് ക്ഷണിക്കുന്നത്. കുർബാന കഴിയുമ്പോൾ പാപമോചനം സാധിക്കുമെന്നുള്ളതും പറഞ്ഞാണ് എല്ലാവരെയും വിളിച്ചു വരുന്നത്. പക്ഷേ കുർബാന തീരുമ്പോൾ പുരോഹിതൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ബലഹീനനും പാപിയായ എൻ്റെ കാര്യവും ഇങ്ങനെയൊക്കെയാണ് സഹോദരങ്ങളെന്ന് പറഞ്ഞാണ്, നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാണ് അദ്ദേഹം പിരിയുന്നത്. അപ്പോൾ ഇവിടുത്തെ കീ പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പഠിപ്പിക്കുന്നതും എപ്പിസ്കോപ്പൽ സഭകളിലുള്ള പ്രിയപ്പെട്ടവർ പഠിപ്പിക്കുന്നതായിട്ടുള്ളൊരു അന്തരമാണ് ഞാൻ പറയുന്നത്. അന്തരം എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ പറയും വിശ്വാസത്താലുള്ള നീതീകരണമെന്ന്. അത് ഒരിക്കൽ സംഭവിക്കുകയാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുകയാണ്. നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് അടുത്ത പടി എന്ന് പറയുന്നത്, ഇതെല്ലാം റോമാലേഖന 8-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, അടുത്ത പടി എന്ന് പറയുന്നത് വിശുദ്ധീകരണമാണ്, അഥവാ സാങ്ക്ടിഫിക്കേഷനാണ്. തുടക്കത്തിൽ എന്താ പറയുന്നത്? ജസ്റ്റിഫിക്കേഷൻ. ജസ്റ്റിഫിക്കേഷൻ കഴിഞ്ഞാൽ അടുത്ത പടി എന്താ? സാങ്ക്ടിഫിക്കേഷൻ. അതിൻ്റെ അന്തം, അതിൻ്റെ ഫൈനൽ എന്ന് പറയുന്നത് എന്താ? ഗ്ലോറിഫിക്കേഷൻ അഥവാ തേജസ്കരണം. അപ്പോൾ ആദ്യം നീതീകരണം സംഭവിക്കുന്നു, അതൊരിക്കലായി സംഭവിക്കുന്നു. അത് കഴിഞ്ഞ് തുടർമാനമായ ഒരു പ്രക്രിയയാണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രക്രിയയാണ്. എന്ത്? സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്, വിശുദ്ധീകരണം. നമ്മെ എങ്ങനെ വിശുദ്ധീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ, തൻ്റെ രക്തത്തിലൂടെ, തൻ്റെ വചനത്തിലൂടെ, തൻ്റെ ആത്മാവിലൂടെ, അതുപോലെ നമ്മെ അനേക സഫറിങ്സിലൂടെ കടത്തിവിടും. ഇങ്ങനെ പല നിലകളിൽ നമ്മെ കടത്തിവിടും. അങ്ങനെ കടത്തിവിട്ടിട്ടാണ് നമ്മെ ആ സാങ്ക്ടിഫിക്കേഷനിലേക്ക് കൊണ്ടുവരുന്നത്. അതാണ് രണ്ടാമത്തെ പടി എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ പടിയിലേക്ക് കയറുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നിങ്ങൾ ഓരോരുത്തരും. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ഇരുട്ടി തപ്പിയവരാകട്ടോ, ഇന്ന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്തുകൊണ്ട് പിരിയണം ദൈവസന്നിധിയിൽ. കാരണം മരണം വരെ അവിടെ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുക. അതായത് പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് മോചിപ്പിച്ച് കിട്ടിയിട്ട് വേണമല്ലോ, നീതീകരണം സംഭവിച്ചിട്ട് വേണമല്ലോ നമ്മെ സംബന്ധിച്ച് സാങ്ക്ടിഫിക്കേഷനിലേക്ക് കടക്കാൻ. അല്ലേ? അങ്ങനെയല്ലേ? ഇതിൻ്റെ മർമ്മം മനസ്സിലായോ? അതായത് നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത പടി എന്ന് പറയുന്നത് സാങ്ക്ടിഫിക്കേഷനാണ്. അത് നമ്മുടെ മരണം വരെ, അല്ലെ കാഹളം ധരിക്കുന്നവരെ, അതിങ്ങനെ തുടർമാനമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. അതേസമയം ഈ പറയപ്പെട്ട വലിയ സമൂഹത്തിലുള്ള ആളുകൾക്ക് സാങ്ക്ടിഫിക്കേഷനിലേക്ക് ഒരിക്കലും കടക്കാൻ കഴിയില്ല. കാരണം എന്താ? അവർ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്ന കടമ്പ കടന്നിട്ട് വേണ്ടേ സാങ്ക്ടിഫിക്കേഷനിലേക്ക് കടക്കാൻ. അവർ മരണം വരെ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ മരണം വരെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മെ സംബന്ധിച്ച് നമ്മുടെ ബോധ്യം എന്താ? നമ്മുടെ പാപം മോചിച്ചിരിക്കുന്നു. അതിന് നമ്മൾ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നവരാണ്. ദൈവസന്നിധിയിൽ ഒത്തുകൂടുന്നത് എന്തിനു വേണ്ടിയാ? അവൻ എന്നോട് ചെയ്ത കാര്യം ഓർക്കുമ്പോൾ രക്ഷയുടെ പാനപാത്രത്തെ ഉയർത്തിക്കൊണ്ട് നമ്മൾ സ്തോത്രം ചെയ്യുന്നവരാണ് ദൈവസന്നിധിയിൽ. അവൻ നമ്മെ രക്ഷിച്ചു, ഒരിക്കൽ പ്രകാശനം ലഭിച്ചു, ഒരിക്കൽ വിടുതൽ ലഭിച്ചു. അതെല്ലാം ബോധ്യങ്ങളാണ്. ഇന്ന് നമ്മുടെ ബോധ്യം എന്താ? ഇന്ന് നമ്മെ ആ സാങ്ക്ടിഫിക്കേഷനിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു, വിശുദ്ധീകരണത്തിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ വിശുദ്ധീകരണത്തിലൂടെ നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമാണ് ഇന്ന് ദൈവവചനം കേൾക്കാൻ നിങ്ങൾ വന്നത്. അതിൻ്റെ ഭാഗമല്ലേ ദൈവവചനം കേൾക്കാൻ വന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ വരേണ്ട ആവശ്യമുണ്ടോ? ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ വിശുദ്ധീകരണത്തിലേക്ക് വരികയാണ്. വചനത്താൽ ശുദ്ധിയുള്ളവരായി തീരുകയാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ സാങ്ക്ടിഫിക്കേഷൻ പൂർത്തീകരിക്കപ്പെട്ട് പറഞ്ഞതുപോലെ കാഹളം ധ്വനിച്ച് തേജസ്കരണത്തിലേക്കാണ് പിന്നീട് പ്രവേശിക്കുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സഫറിങ്സ് ഉണ്ട്, കഷ്ടങ്ങളുണ്ട്, ക്രൂശിൻ്റെ അനുഭവങ്ങളുണ്ട്. നമ്മുടെ കർത്താവും ക്രൂശിലൂടെയാണ് സഞ്ചരിച്ചത്. ക്രൂശ് കഴിഞ്ഞ് പിന്നീട് കാണുന്ന എന്താ? തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ്. അതുപോലെ ഇന്ന് ക്രൂശ് വഹിക്കുന്നവരായ വിശുദ്ധന്മാർ അത് പൂർത്തീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ പിന്നത്തേതിൽ നാം ആ തേജസ്കരിക്കപ്പെട്ട അനുഭവത്തിലേക്കാണ്
മാറ്റപ്പെടാൻ പോകുന്നത്. മാറ്റം എങ്ങനെയാ? തേജസ്കരിക്കപ്പെട്ട അനുഭവത്തിലേക്ക്. തുടക്കം എങ്ങനെയാ? ജസ്റ്റിഫിക്കേഷനിലാണ്, അഥവാ നീതീകരണത്തിലാണ്. നീതീകരണം കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രക്രിയകൾ. സഹോദരങ്ങളെ, ഇതെല്ലാം വലിയ വെളിപ്പാടുകളാണ്. ഈ ബോധ്യങ്ങൾ കോടാനുകോടി ജനത്തിന് ലഭിച്ചിട്ടില്ല. അവരിന്നും ജസ്റ്റിഫിക്കേഷൻ തപ്പി തേടിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റിഫിക്കേഷന് വേണ്ടിയുള്ള കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പഴയ നിയമം എന്ന് പറയുന്നത് തന്നെ കർമ്മമാർഗമാണ്. ആ കർമ്മമാർഗത്തിലൂടെ രക്ഷയിലേക്ക് പ്രവേശിക്കാനാണ് അവർ ആ കാലഘട്ടത്തിൽ ഉത്സാഹിച്ചത്. എന്നാൽ ഈ കാലം എന്ന് പറയുന്നത് വിശ്വാസമാർഗത്തിൻ്റെ കാലമല്ലേ? വിശ്വാസമാർഗത്താൽ നീതീകരിക്കപ്പെടുന്നു, വിശ്വാസത്താൽ ആ വിശുദ്ധീകരണത്തിലൂടെ സഞ്ചരിക്കുന്നു, വിശ്വാസത്താൽ കാത്തിരിക്കുകയാണ് ആ തേജസ്കരണത്തിന് വേണ്ടി. ഞെരങ്ങിക്കൊണ്ട് കാത്തിരിക്കുക എന്നല്ലേ റോമാലേഖനം പഠിപ്പിക്കുന്നത്, അല്ലേ? ശരീരത്തിൽ നമ്മൾ ഞെരങ്ങിക്കൊണ്ട് കാത്തിരിക്കുകയാണ് ഈ ശരീരം ആ തേജസ്കരണത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി. ഇതിനൊന്നും സാധ്യതയില്ലാതെ വണ്ണം എത്രയോ കോടി ജനമാണ് ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ വാക്കുകളെ ചുരുക്കിയാണ്. ഈ പറയപ്പെട്ട നിലയിൽ ഈ കോടാനുകോടി ജനത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവസന്നിധിയിൽ. നമുക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ജനത്തെ എല്ലാം ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അതുപോലെ ഈ ജനത്തിൻ്റെ എല്ലാം മുമ്പിൽ ഒരു വിശുദ്ധ ജീവിതം നമുക്ക് നയിക്കേണ്ടതുണ്ട്, ഒരു വിശ്വാസ ജീവിതം നയിക്കേണ്ടതുണ്ട്. നമ്മെ കാണുന്നവർ നാം ക്രിസ്തുവിൻ്റെ പത്രങ്ങളാണ്, ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണല്ലോ. പ്രമാണത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന മനുഷ്യരാണ്. അങ്ങനെയുള്ള നാം വിശ്വാസത്താൽ തന്നെ നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോയി സാക്ഷ്യമുള്ളവരായി, ഈ ഭൂമിയിൽ അനേകരെ ആകർഷിക്കുന്നവരായി, സത്യത്തിലേക്ക് ആകർഷിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.